بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه وأزواجه وذرياته وعلى من تبعهم بإحسان وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وأحبابنا وذوينا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. പിന്നെ നമ്മളെ മഖ്റജ് മുൻസദ്ദാകുന്ന സ്ഥലത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചല്ലോ, അതിൻ്റെ വിശദീകരണത്തിൽ വന്നതുമില്ല. അതായത് മുൻസദ്ദായ സ്ഥലത്ത് മറ്റൊരു മംഫദ് തുളച്ചാലോ എന്ന് പറഞ്ഞതിൽ ആ അയ്യു മംഫ യങ്കുലു ഫി അയ്യ മഹല്ലിൻ കാന എന്നുള്ളതിൽ പെടുവില്ലേന്നാ. അത് പെടുമെന്നുള്ളതാണ് തുഹഫയുടെ ലാഹിർ. കാരണം അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഈ തഫ്സീലൊന്നും പറയുന്നില്ല. അസ്ലിയാകുക അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഈ ജന്മന ഇത് മുൻസദ്ദായ ആളിന് പിന്നെ വേറൊരു ദ്വാരം എന്താണ് വയറിൻ്റെ ഭാഗത്തോ തൊടയിലോ അങ്ങനെ ഒരു ദ്വാരം ഉണ്ടാകാമല്ലോ, അതിൽ കൂടി മലമൂത്രമൊക്കെ പോരുന്നുണ്ട്. അങ്ങനെ ജന്മന തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് തുളച്ചതും ആകാം. പിന്നെ എന്ന പോലെ അതിലൂടെ നാദിർ പോന്നാൽ മുറിയുമോ എന്നുള്ളതാണ് തുഹഫൻ്റെ ലാഹിർ. അവിടെ നാദിർ പോന്നാൽ മുറിയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇബ്നു ഖാസിം ഇഷ്കാലാക്കുന്നത്, അത് റീഹാണെങ്കിലും മുറിയോ ഇല്ലേ, റീഹ് പോന്നാലും മുറിയും എന്ന് പറഞ്ഞാൽ ഇത് ഗായത്തുൽ എന്താണ് ഇഷ്കാലിലാണല്ലോ. കാരണം മൂക്കിലൂടെ എന്ത് വരും, ഇതിങ്ങനെ പിന്നെ അല്ലെങ്കിൽ വായയിലൂടെ എന്താണ് ഈ റീഹ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒതു മുറിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ അത് തുഹഫൻ്റെ ലാഹിർ അത് കൊണ്ടൊക്കെ മുറിയുമെന്ന് തന്നെയാണ്. ആ റീഹ് വായത്തിൽ ഇഷ്കാലുള്ളത് കൊണ്ട് ആ റീഹ് എന്ത് ചെയ്യുക, ഇസ്തിന ചെയ്യുക എന്നല്ലാതെ ബാക്കി ലാഹിർ അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ മറ്റൈമത്തിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അവിടെ അസ്ലിയും പിന്നെ എന്ത് ചെയ്തത് ആകുമ്പോൾ മുൻസദ്ദാകുമ്പോൾ ഈ പറഞ്ഞ വേറൊന്ന് പുതുതായി താരി ആകുന്നതും താരി ആകാതെ ജന്മനാ തന്നെ വേറൊന്ന് ഉണ്ടാകുന്നതും അതിൻ്റെ വിശദീകരണങ്ങളും അതിൽ ഈ നാദിർ ഒഴിവാകുന്നതും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇനി തംബീഹുന്നല്ലേ, അതായത് ഇനി ഒരു ഫർക്ക പറയുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ വെള്ളം നജസാകുന്നിടത്ത് എന്താണ് ഈ ഒരു അതിലൊരു റിവായത്ത് ആൾ പറഞ്ഞാൽ അയാൾ അതിൻ്റെ സബബും വിശദീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫഖീഹ് മുവാഫിഖ് എന്ത് ചെയ്ത് അതിലൊരു റിവായത്ത് ആളെ പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ സ്വീകരിക്കുമോ? മുമക്കിനും മക്കായതായ ഉറങ്ങിയ ഒരാൾ, അപ്പോൾ അയാളിന്ന് റീഹ് പുറപ്പെട്ട് എന്ന് ഒരാൾ പറഞ്ഞു, ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെയാണ് ഉറങ്ങിയതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് റീഹ് പോയി ഒച്ചൊക്കെ കേട്ടുന്നോ. അല്ലെങ്കിൽ എന്താണ് ഇവനെ ഒരു പെണ്ണ് തൊട്ട് എന്നറിയാം, ഇവനറിഞ്ഞിട്ടില്ല, ഇവൻ ബസ്സിൽ കയറി ഇറങ്ങി പോകുന്നതാ. അപ്പോൾ അല്ല ട്രെയിനിൽ കയറി ഇറങ്ങി പോകുന്നത്, ഇവന് ആ ഷുഗറൊന്നുമില്ല. ഇവന് എന്താണ് പിന്നെ ചെവിയിൽ ഇത് വെച്ചിട്ടേ ഇയർഫോണും വെച്ച് വേറെന്തോ ശ്രദ്ധയില്ല. അപ്പോൾ ഒരു പെണ്ണ് തൊട്ട് എന്ന് പറഞ്ഞു, എന്നാൽ സ്വീകരിക്കുമോ? അത് മുറിഞ്ഞ് നോക്കുമോ? ഇല്ല. അപ്പം എന്താ വ്യത്യാസം എന്ന് തംബീഹുൻ ലാഹിറു കലാമിഹിം ഫി ഹാദൽ ബാബി അന്നഹു ലഹു അഖ്ബറഹു. ഈ ബാബ് എന്ന് പറഞ്ഞാൽ ഒതു മുറിയുന്ന ബാബിൽ ഒരാൾ പറഞ്ഞ് അഖ്ബറഹു എന്ന് പറഞ്ഞാൽ മുത്തവല്ലിനോട് പറഞ്ഞു, ഒതുള്ള ആളെ കുറിച്ച്. എന്ത് ആര് പറഞ്ഞു? ഗൈറു അതദി തവാത്തിരി, തവാത്തിറിന്റെ അതത് അല്ലാത്ത ആൾ പറഞ്ഞാൽ ബിനഹ്വി നാക്കിലി മിൻഹു ഔ ലഹു, ഇവനിൽ നിന്ന് നാക്കലുണ്ടായി, ഔ ലഹു അല്ലെങ്കിൽ അവനിക്ക് നാക്കലുണ്ടായി. ഉദാഹരണം പറഞ്ഞു, ഇവനിൽ നിന്ന് നാക്കൽ എന്ന് പറഞ്ഞാൽ ഖുറൂജ് റീഹി മിൻഹു, റീഹ് പോലത്തെ പുറപ്പെട്ടത്. അല്ലെങ്കിൽ എന്താണ് വസ്ത്രത്തിൽ നനവുണ്ട്, അത് എന്താണ് പിന്നെ ഇവനിൽ നിന്ന് പുറപ്പെട്ട മൂത്രമാണെന്ന് അവൻ പറഞ്ഞ്, വേറൊരാൾ പറഞ്ഞ്. ഇവനെ സംബന്ധിച്ചിടത്തോളം നനവ് വിയർപ്പാകാനും സാധ്യത ഉണ്ട്.
അപ്പൊ എന്തായി ഇങ്ങനെ പറഞ്ഞ് അല്ലെ വേറെ വേറെ വെള്ളം ഒഴിച്ചാകാനും സാധ്യത ഉണ്ട്. പക്ഷെ ഇവൻ പറഞ്ഞ അതല്ല, മൂത്രമൊഴിച്ച പിന്നെ മൂത്രമൊഴിച്ചതാവുമ്പോ പിന്നെ അവിടെ രുചിയും അതും ഇതൊക്കെ ഉണ്ടാവും, അതിന്റെ എന്താണ് വാസനയൊക്കെ, അത് വേറെ വിഷയം. അതല്ലാതെ ഇക്കൗല് സ്വീകരിക്കുമല്ലേ എന്നുള്ളതാണ്. ബിനഹബിൻ അഖ്ലിൻ മിൻഹു, ഇവനിൽ നിന്ന്. ഔ ലഹു, അവനിക്കുണ്ടാകുക എന്ന് പറഞ്ഞാല് ഒരു പെണ്ണ് ഇവനെ തൊട്ട് എന്ന് പറയാം. അതൊക്കെ ലംസിഹ ലഹു എന്നാണ് ഷർവാനി ഉദാഹരണം പറഞ്ഞത്. ലംയഅ്തമിദുഹു, അങ്ങനെ മസല. വഖിയാസു മാ മറ ഫീ ഇഖ്ബാരി അദ്ലി റിവായത്തി ബിനജാസത്തിൽ മായി, കണ്ടോ, നജസ് വെള്ളം നജസാകുന്ന സ്ഥലത്തെ അദ്ലി റിവായത്ത് പറഞ്ഞാല് ആ വിഷയത്തിൽ മുമ്പ് കഴിഞ്ഞ ഒന്നിന്റെ ഖിയാസാകും അത് എന്താണ്, ഖബൂലുഹു, ആ അദ്ലു റിവായത്തിന്റെ ഇഖ്ബാർ. ഖബൂലുഹു എന്ന് പറഞ്ഞാൽ ഇഖ്ബാർ സ്വീകരിക്കും. എവിടെ സ്വീകരിക്കും? ഹുന, ഇവിടെയും സ്വീകരിക്കും എന്നാണ് കഴിഞ്ഞതിന്റെ ഖിയാസ്. അപ്പോ ലം യഅ്തമിദുഹു എന്ന് പറഞ്ഞു, അതാണ് ലാഹിറു കലാമിഹി. എന്നിട്ടോ ഖിയാസു മാമറ ഖബൂലുഹു, ആ അദ്ലു റിവായത്തിന്റെ അതായത് ഗൈറു അദദി തവാത്തുറായ അദ്ലു റിവായത്തിന്റെ ഖബർ സ്വീകരിക്കുന്ന ഇവിടെ വരേണ്ടത്. പക്ഷെ ഇത് രണ്ടും ഫർക്കാക്കണം. ഇല്ല അൻ യുഫ്റഖ, രണ്ടും ഫർക്കാക്കിയാൽ അങ്ങനെ മസല അവിടെ സ്വീകരിക്കും ഇവിടെ സ്വീകരിക്കൂലെന്ന്. അപ്പൊ ഫർക്ക് പറയണമല്ലോ. ബിഅന്ന മാ ഉദീറൽ അംറു ഫീഹി അലാ ഫിഅലിൽ ഇൻസാൻ, ഒരു ഹുക്മ് ഉദീറ അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉദീറൽ അംറു ഫീഹി, ആ വിഷയത്തിലുള്ള കാര്യം ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അലാ ഫിഅലിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഫിഅലുമായി ബന്ധപ്പെടുത്തിയതാണ്. അത് ഏതുപോലെ? ലാ യുഖ്ബലു ഫീഹിൽ ഖബറു എന്നാണ് പിന്നെ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഉദാഹരണം പറയുന്നത് മനുഷ്യന്റെ ഫിഅലുമായി ബന്ധപ്പെടുത്തിയതാ. കൽ അദദി ഫിസ്സലാത്തി, നിസ്കാരത്തില് എണ്ണം പോലെ. നിസ്കാരത്തിൽ എന്തെണ്ണം? അദദുർ റക്അത്ത്. അപ്പോ എന്താണ്, ഒരാൾ പറഞ്ഞു നീ 4 നിസ്കരിച്ചു എന്ന്, ഒരുത്തിന് സംശയം 4 3 4 നിസ്കരിച്ചു എന്നല്ല സ്വീകരിക്കൂലല്ലോ. അപ്പൊ തവാഫി, തവാഫിന്റെ എണ്ണം അത് 7 എന്ന് വേറൊരാൾ പറഞ്ഞു, സ്വീകരിക്കൂല. അതിനുശേഷം വരും ലാ യുഖ്ബലു ഫീഹിൽ ഖബറു, അവിടെ ഖബർ സ്വീകരിക്കൂല. അപ്പൊ ഫിഅലുൽ ഇൻസാന്റെ ആയി ബന്ധപ്പെടുത്തിയ ആ ഒരു ഹുക്കുമാണെങ്കിൽ എന്താവൂല? ലാ യുഖ്ബലു ഫീഹി എന്ന് പറഞ്ഞാൽ മാ ഉദീറൽ അംറു ഫീഹി, അവിടെ സ്വീകരിക്കൂല ഈ ഖബർ, അദ്ലു റിവായത്തിന്റെ ഖബർ സ്വീകരിക്കൂല. അപ്പൊ ഈ അശുദ്ധിയാണെങ്കിലോ വൽ ഹദസു മിൻ ഹാദാ, അശുദ്ധി ഇതിൽ പെട്ടതാ. കാരണം മൂത്രമൊഴിക്കുക, മലവിസർജനം നടത്തുക എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, തൊടുക എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അവിടെ എന്താണ്, മനുഷ്യന്റെ ഫീലുമായി ബന്ധപ്പെട്ടതാണല്ലോ അല്ലെ. രീഹ് പോവുക, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോവുക, അങ്ങനെ കുറെ സംഗതികൾ എന്തുണ്ട് മനുഷ്യന്റെ ബന്ധപ്പെടുന്നില്ലെങ്കിലും ഹദസിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് ശേഷം വരുന്നുണ്ട്. പിന്നെ അപ്പൊ ഇത് ഹദസായിപ്പെട്ട ഖിലാഫിൻ നജാസത്തി, നജാസത്ത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഫീലുൽ ഇൻസാനുമായി ബന്ധപ്പെടുത്തിയതല്ല. സുമ്മറ, അതായത് നജസ് പറ്റുക എന്നുള്ളതാണ്. ഇസാബത്ത് എന്താണ്, ഫീലുൽ ഇൻസാനും കൊണ്ട് തന്നെ ആകണമെന്നില്ലല്ലോ, അല്ലാതെ ആണ് എന്ത് അധികം ഉണ്ടാകുക. മനുഷ്യന്മാർ നജസിനെ സൂക്ഷിച്ച് നടക്കുന്നല്ലേ. പിന്നെ സുമ്മറ ഐത്തുൽ ഇമാമ ഫറഖ അല്ലെ ഫറഖ ബൈന ഖത്ഇഹിം ഫീമൻ ഗലബ അലാ ലന്നിഹിൽ ഹദസു ബഅദ തയഖുനി തഹാറത്തി ബിഅന്ന ലഹുൽ അഖ്ദു ബിഹാ വഹികായത്തിഹിമുൽ ഖിലാഫ ഫീമാ ഗലബത്ത് നജാസത്തുഹു ബിഅന്നൽ അസ്ബാബ് അല്ലത്തി തദ്ഹറു ഫീഹാ നജാസത്തു കസീറത്തുൻ ജിദ്ദ ബിഖിലാഫിഹാ ഫിൽ ഹദസി ഫഇന്നഹാ ഖലീലത്തുൻ എന്നിങ്ങനെ രണ്ട് മസലന്റെ ഇടയിൽ ഫർക്കാക്കിയത് ഇമാമുൽ ഹറമൈനി. ഇമാമുൽ ഹറമൈനിക്ക് നിഹായത്തുൽ മത്ലബ് എന്ന് പറഞ്ഞ കിതാബുണ്ടല്ലോ, അതിലാണ്. അതിപ്പോ പ്രിന്റ് ഉണ്ട്. പിന്നെ അപ്പൊ അതിലിങ്ങനെ ഫർക്കാക്കിയിട്ടുണ്ട്. ഫറക്ക ബൈന ഖത്ഇഹിം, ഫറക്ക അവര് അസ്ഹാബ് ഫർക്കാക്കി, ഖത്ഇ ചെയ്തു. ഫീമൻ ഗലബ അലാ ലന്നിഹിൽ ഹദസു, ഹദസ് ഉണ്ടായി എന്നുള്ള എന്നാണുള്ളത്, ഇവന്റെ ഗലബത്തിൽ തന്നെ ഉള്ളത്. ബാദ തയക്കുനി തഹാറത്തി, തഹാറത്ത് നേരത്തെ ഉറപ്പാ, പിന്നെ അതിന്റെ ശേഷം ഹദസ് യഖീനായിട്ടില്ല ലന്നാണുള്ളത്. എന്ത് ഇവന് എന്ത് ചെയ്യാമെന്ന ഖത്ഉള്ളത്, ഖത്ഇഹിം ബിഅന്ന ലഹുൽ അഖ്ദ ബിഹാ, ആ തഹാറത്ത് കൊണ്ട് ഇവൻ അഖദ് ചെയ്യാം എന്ന് ഖത്ഇ ചെയ്തിട്ടുണ്ട്, അവിടെ ഖിലാഫില്ല. എന്നാല് വഹിക്കായത്തിഹിം, ഇത് ഈ ഖത്ഇന്റെ ഇടയിലും വഹിക്കായത്തിഹിം, ആ അയിമ്മത്ത് സഹാബ് ഹിക്കായത്ത് ചെയ്തതിന്റെയും ഇടയിൽ ഫർക്കാക്കിയെന്ന. എന്തിനെ ഹിക്കായത്ത് ചെയ്തത്? ഖിലാഫ, ഖിലാഫിനെ ഹിക്കായത്ത് എവിടെ? ഫീമ
ഗലബത്ത് നജാസത്തുഹു, ഒരു വസ്തുവിൽ അതിലെന്താണ് അതിന്റെ നജാസത്തുവിന് ഗാലിബാണ്. അപ്പൊ നജാസത്ത് ഗാലിബാണ്, അതായത് ലന്നിൽ ഗാലിബായി എന്നർത്ഥം. അതായത് ഒരു സാധനം താഹിറായിരുന്നു എന്ന് ഉറപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, അവിടെ യക്കീനിന് ശേഷം ലന്നു വന്നു, അത് നജസായി. അപ്പൊ ലന്നു വരുമ്പോ ഈ യക്കീന് തഹാറത്ത് കൊണ്ട് പിടിക്കാൻ പറ്റുമോ ഇല്ലേ? അത് പറ്റൂല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? ഈ നജാസത്ത് വരുന്ന സ്ഥലത്താണ്. എന്നാൽ നേരത്തെ തുഹറിന്റെ അവിടെ അങ്ങനെ പിടിക്കാൻ പറ്റൂല എന്ന അഭിപ്രായം ഇല്ല. പിടിക്കാൻ ആ യക്കീന് തഹാറത്ത് പിടിക്കാൻ പറ്റുന്ന ഒറ്റ അഭിപ്രായമുള്ളൂ. അപ്പൊ ഇവിടെ അവിടെ ഈ നജാസത്തും ഹദസും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളെ മസല നജാസത്തും ഹദസും തമ്മിലുള്ള ഫർക്കാണല്ലോ വേണ്ടിയത്. ബി അന്നൽ അസ്ബാബ അല്ലത്തി, ഇതുകൊണ്ട് ഫർക്കാക്കി. ഫറക്ക എന്താണ്? ബി അന്നൽ അസ്ബാബ, അത് ബി അന്ന ഫറക്കനോട് ബന്ധിച്ച സബബ് അല്ലത്തി തലഹറു ബിഹൻ നജാസത്തു കസീറത്തും ജിദ്ദ. നജാസത്ത് ലാഹിറാകാനുള്ള സബബുകൾ ഒരുപാടുണ്ട്, അതിന്നത് ഒന്നും കണക്കില്ല. ബി ഖിലാഫി ഹാ ഫിൽ ഹദസി, അസ്ബാബുകൾക്കെതിരായിട്ട്, ഹദസിലെ അസ്ബാബുകൾക്കെതിരായിട്ട്. ഫൈനഹ ഖലീലത്തുൻ, അത് 4 എണ്ണല്ലുള്ളൂ. വലാ അസർ അലി നാദിരി, അപ്പൊ ഈ നാദിറിന് അസറില്ല. ഫകാനത്ത് തമസ്സുകു ബി ഇസ്തിസ്ഹാബിൽ യഖീനി അഖ്വാ, നാദിറിന് അസറില്ല എന്ന് പറഞ്ഞാൽ ഇത് കുറവാകുമ്പോ ആ പിന്നെ അക്കുറവുണ്ടായി എന്നത് തന്നെയല്ലേ ഇവിടെ വന്നത്. ഈ 4 സബബിൽ എന്തോ എന്നുണ്ടായി എന്നുള്ളത് എന്നാണ് വന്നത്. ആ നാദിറിന് അസറില്ല, അത് തന്നെ അസർ ചെയ്യൂല. അപ്പൊ യഖീന് തഹാറത്ത് കൊണ്ട് പിടിക്കാം. മറ്റേത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമ്പോ എന്താണ്, അത് നാദിറിന് അസലില്ല ഇല്ല എന്ന് പറയുന്നതിൽ പെടുത്താൻ പറ്റൂലല്ലോ എന്നാ. അപ്പൊ ഇവിടെ ഫക്ക അന്നത്തമസ്സുക്ക എന്നാണ് ഈ തഹ്ഖീഖാക്കിയ കിതാബില് ഹർക്കത്തിട്ടത്. അന്നാന്ന് വായിക്കണമെന്നില്ല, കാനത്തമസ്സുക്കു അഖ്വാന്ന് വായിക്കലല്ലേ കൂടുതൽ ലാഹിർ. പിന്നെ അപ്പൊ കാനത്തമസ്സുക്കു ബിസ്തിസ്ഹാബിൽ യഖീനി, അപ്പൊ ഹദസിന്റെ അവിടെ ആ യഖീൻ ഉണ്ടല്ലോ, ഉറപ്പ്, അതിനെ നിലനിർത്തുക, അതിനെ തുടർന്ന് അത് നിലനിൽക്കുന്നു, ആ തുഹറ് നിലനിൽക്കുന്നു എന്ന ഇസ്തിസ്ഹാബ്, അത് പിടിക്കൽ അഖ്വയാണ്. നജാസത്തില് മുമ്പുണ്ടായ ആ തഹാറത്ത് നിലനിൽക്കുന്നു എന്ന് തമസ്സുക്ക് ചെയ്യുന്നതിനേക്കാൾ അഖ്വയാണ് എന്ന് ഫർക്കാക്കി. ഇന്ദഹ. അപ്പോ വഫീഹി തഈദുൻ ലിമാ ദക്കർതുഹു, ആ 2 ഫർക്ക് പിന്നെ ഫീലുൽ ഇൻസാനുമായി ബന്ധപ്പെടുത്തിയതാവുമ്പോ പിന്നെ അവിടെ എന്ത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ്, ഖബറുൽ വാഹിദ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞതിന് തെയ്യീദുണ്ട്. വറഅയ്തുനി ഫി ശറഹുൽ ലുബാബി, അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ശറഹുൽ ലുബാബില് ഞാൻ തന്നെ ഇതിനെതിരെ നല്ല സുന്ദരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഏത് ഞാനിപ്പ പറഞ്ഞ ഫർക്കല്ല വരിക. അതാ വറഅയ്തുനി ഫി ശറഹുൽ ലുബാബി ഖുൽതു മാ നസ്സുഹു, മാ നസ്സുഹു എന്നാ വായിക്കാം. മാ ഒന്നാകുന്നത്, നസ്സുഹു ആ ഒന്നിന്റെ നസ്സാകുന്നത്, അല്ല കുൽത്തുമാ എന്ത് ഞാനൊന്ന് പറഞ്ഞു അല്ലെ, നസ്സുഹു ആ ഒന്നിന്റെ നസ്സാകുന്ന, പറഞ്ഞ ഒന്നിന്റെ നസ്സാകുന്നത് വലാഹിറുൻ അന്നഹു ലഹു അഖ്ബറാന. അപ്പോ ഇബാറത്തിൽ മാറ്റല്ല, മാന കൊണ്ട് ഉദ്ധരിക്കല്ല, പറഞ്ഞ പദം തന്നെ പറയുമ്പോഴാണ് നസ്സുഹു എന്ന് പറയാം. വലാഹിറുൻ, അപ്പൊ അത് ശറഹുൽ ബാബിന്റെ ഇബാറത്താ. ലാഹിറാണ് അന്നഹു ലഹു അഖ്ബറഹു അദ്ലുൻ ബിമസ്സിഹാ ലഹു, പെണ്ണ് ഇവനെ തൊട്ടു എന്നൊരു അതില് പറഞ്ഞു. ഔ ബിൻ അഹ്വി ഖുറൂജി റീഹിം മിൻഹു, അല്ലെങ്കിൽ അവനിൽ നിന്ന് ആ റീഹ് ഖാരിജായി എന്ന് പറഞ്ഞു. അതാണ് പിന്നെ നേരത്തെ പറഞ്ഞ എന്താണ് നാഖിലിൻ മിൻഹു ഔ ലഹു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് രണ്ടും പറഞ്ഞാല് ഫി ഹാലി നൗമിഹി മുത്തമക്കിനൻ. അപ്പൊ ഖുറൂജി റീഹ് ഉണ്ടായതെപ്പോഴാ? ഇവ മുത്തമക്കിനായി ഉറങ്ങുന്ന സമയത്ത്. വജബ അലൈഹിൽ അഖ്ദു ബി ഖൗലിഹി, ഇവന്റെ ഖൗല് സ്വീകരിക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ. വലായുഖാലു, അവിടെ പറയപ്പെടൂല അല്ലസുലു ബഖാഉ തഹാറത്തി ഫലാ യുർഫഉ ബില്ലന്നി. കണ്ടോ, തഹാറത്ത് ഇവിടെ ബാക്കിയുണ്ടല്ലോ, അപ്പൊ ലന്നുകൊണ്ട് അത് ഉയരൂലല്ലോ എന്ന ന്യായം ഇവിടെ പറയുകയും ഇല്ല. വലായുഖാലു എന്ന് പറഞ്ഞാൽ വജബ അലൈഹിൽ അഖ്ദു എന്നുള്ളതിന്റെ മേലത്തുവ ഈ ന്യായം പറയപ്പെടുകയും ഇല്ല. കാരണം എന്താ, ഇത് ഖബറുൽ അദ്ലി ഇന്നമാ യുഫീദുഹു ഫഖത്ത്. ആ ലന്നുകൊണ്ട് ഉയരൂല എന്ന് പറയാൻ കാരണം എന്താ, ഇത് ഖബറുൽ അബ്ദി ഇന്നമാ യുഫീദുഹു, അത് ലന്നിനെ ഫഖത്ത്. ഒരു അദിൽ റിവായത്ത് അയാൾ പറഞ്ഞാൽ ലന്നിനെ മാത്രമല്ല ഫായിദ ഒപ്പിക്കുള്ളൂ. അപ്പോ ഇത് ഖബറുൽ അദ്ലി എന്ന് പറഞ്ഞാൽ ലന്നുകൊണ്ട് ഉയരൂല എന്ന് പറഞ്ഞാൽ ലന്നിന് കാരണം പറഞ്ഞതാ. പിന്നെ വജബ അലൈഹിൽ അഖ്ദു വലാ യുഖാലു എന്ന് പറഞ്ഞതിന്റെ കാരണോ, അത് ഇത് ഖബറുൽ അദ്ലി അല്ല ലി അന്നാ നഖൂലു,
ഹാദാ ലന്നുൻ അഖാമഹു ശാരിഉ, ഈ ലന്ന് ഫലാ യുർഫഉ ബിന്നൽ ലന്നി എന്ന് പറഞ്ഞില്ലേ, ആ ലന്ന് അതിന് കാരണമാണത്. ലന്നുകൊണ്ട് ഉയരൂല എന്ന് പറയപ്പെടൂല. അതിന് കാരണം എന്താ? ഈ ലന്ന് ഏത് അദിൽ റിവായത്തിന്റെ ലന്ന് അഖാമഹു ശാരിഉ മഖാമൽ ഇൽമി, കണ്ട ഷാരി അതിനെ നിർത്തിയിട്ടുണ്ട് ഇൽമിന്റെ സ്ഥാനത്ത്. ഇവിടെ ഫി തനജ്ജുസിൽ മിയാഹി, വെള്ളം നജസാകുക എന്ന വിഷയത്തിൽ. അപ്പൊ ഹദസിലും അതുപോലെ തന്നെ വരണം. അപ്പൊ അവിടെ ഖിയാസ് മാമറ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ വേണ്ടത് എന്നാ. കമാമറ ഉണ്ടോ, തനജ്ജുസുൽ മിയാഹിൽ ഷാരി അതിനെ നിർത്തി എന്നുള്ള മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മഫി ഗൈരിഹ, ആ മിയാഹിന്റെ തനജ്ജുസ് അല്ലാത്തതിലും അങ്ങനെ തന്നെ. കമായെത്തി, അത് ശേഷം വരുന്നുണ്ട്. പിന്നെ എവിടെ വരുന്നുണ്ട്? സലാത്തിന്റെയും പിന്നെ എവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. പിന്നെ അതല്ലാത്ത പല സ്ഥലത്തും അങ്ങനെയുള്ള തന്നെ ഇതിന്റെ സ്ഥാനത്താണെന്നുള്ളത് ശേഷം വരുന്നുണ്ട്. പിന്നെ ഇനി അപ്പൊ അങ്ങനെ ആയപ്പോ എന്തായി? ഇപ്പൊ ഖിയാസാണ് റാജിഹായത് എന്നായല്ലോ. ഇന്ദഹ, ഇതിപ്പോ ആര് പറഞ്ഞതാ? ഞാൻ ശറഹുൽ ലുബാബിൽ പറഞ്ഞ അവിടെ തീർന്ന്. വഹാദാ ഹുവല്ലദി യത്തജിഹു, എന്നിട്ട് പറയാ ഈ ശറഹുൽ ലുബാബിൽ പറഞ്ഞതാണ് മുത്തജിഹ്. പിന്നെ അതാണ് ശരി, അതിനെ തർജിയാക്കുക. വയുഫ്രഖു, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെ എണ്ണവും എന്ന പോലെ തവാഫിന്റെ എണ്ണവും അതുപോലെയാണ് ഹദസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണെങ്കിൽ പിന്നെ അവിടെ ഫർക്ക് പറയണം, അതിൽ ആ ഫർക്ക് പറയാം. വയുഫ്രഖു ബൈന മാഹുന, ഇവിടെ പറഞ്ഞതിന്റെയും ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ ഹദസിനെ കുറിച്ച് ഇപ്പറഞ്ഞതിന്റെയും വല്ല അദദി ഫി ദൈനിക്ക, എണ്ണം അത് രണ്ടിലും, ഏത് നിസ്കാരത്തിലും തവാഫിലുമുള്ള അതിന്റെ റക്കായത്തിന്റെയും എന്ന പോലെ തവാഫിന്റെ അദദ് അതിന്റെയും ഇടയിൽ ഫർക്ക് പറയും. ബി അന്നഹു ലാ യൽസമു മിൻഹുൽ ഹുസ്ബാനു, എന്താണ് ആ ഖബർ കൊണ്ട് ഒരാള് അതിൽ റിവായത്തിന്റെ ഖബർ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, ആ ഖബർ കൊണ്ട് അത് ഹുസ്ബാന് ലാസിമാകുന്നില്ല. എവിടെ? അതായത് 7 വട്ടം 4 റക്അത്ത് നിസ്കരിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് 4 റക്അത്തും പരിഗണിക്കപ്പെട്ടു എന്ന് വന്നോണമെന്നില്ല. അല്ലെങ്കിൽ എന്താണ് 7 വട്ടം തവാഫ് ചെയ്തതുകൊണ്ട് 7 തവണയുമായി 7 ഷൗത്തും മഹസൂബാകുക എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ്. കാരണം എന്താ? ഇത് കത്തൂജതുൽ അർബഉ, 4 റക്അത്ത് നിസ്കാരം 4 റക്അത്ത് ഉണ്ടാവും. അവിസ്സബു അല്ലെ 7 ഷൗത്ത് ഉണ്ടാവും. വലായുസബു ലഹു മിൻഹാ ഇല്ലാ വാഹിദ, അതിൽ നിന്ന് ചിലപ്പോൾ ഒറ്റ റക്അത്തെ പരിഗണിച്ചുള്ളൂ എന്ന് വരും, അല്ലെ 3 റക്അത്ത്, അല്ലെ എന്താണ് ആ 7ൽ നിന്ന് 1 പരിഗണിക്കുന്ന രൂപമുള്ളൂ, അല്ലെങ്കിൽ 6 പരിഗണിക്കുന്നുള്ളൂ, അല്ലെ 4 പരിഗണിക്കുന്നുള്ളൂ. കാരണം എന്താ? തെർക്കിന് അഹി റുക്കിനിൻ, അവിടെ ഒരു റുക്കിന് ഉപേക്ഷിച്ചതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഉജൂദി സാരിഫിൻ, അല്ലെങ്കിൽ ഒരു സാരിഫ് എത്തിച്ചതിന് വേണ്ടി എന്നാ. അപ്പൊ ഇവന് 4 റക്അത്ത് നിസ്കരിച്ചു, പക്ഷെ അതിന്റെ ഇടക്ക് എന്താണ് ഒരു സുജൂദ് ചെയ്തോന്ന് ഇവന് എന്ത് സംശയം വന്നുപോയി. അപ്പൊ സംശയം വന്നുപോയെങ്കിൽ പിന്നെ 1 റക്അത്ത് അധികം നിസ്കരിക്കണമല്ലോ, അല്ലേ? അപ്പൊ 5 റക്അത്ത്, അപ്പൊ അതാ പറഞ്ഞു ഇവൻ 5 റക്അത്ത് നിസ്കരിച്ച് 4 മഹസൂബായിട്ടുള്ളൂ. ആ നിസ്കരിച്ച 4ൽ നിന്ന് 1 മഹസൂബായിട്ടില്ല, ഹുസ്ബാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരും എന്നാ. പിന്നെ അല്ലെങ്കിൽ തവാഫ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണം? ഇസ്തിഖ്ബാല് വേണമല്ലോ. ഇടത് ഭാഗം എന്താണ്? ആ ഖിബിലക്ക് തന്നെ നേരെ പോകണം, തെറ്റാൻ പാടില്ല. ആ കാബയ്ക്ക് നേരെ പോകണമല്ലോ. അപ്പം എന്ത് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന നേരത്ത് ഒരുത്തൻ ഉന്തി ബാക്കിൽ നിന്ന് തിരക്ക് വന്നപ്പോൾ തിരിഞ്ഞുപോയി, ഇസ്തിഖ്ബാല് നഷ്ടപ്പെട്ട്. അപ്പൊ പിന്നെന്ത് വേണം? തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് എവിടെ മുതലാണോ തെറ്റിപ്പോയത് അവിടെ മുതൽ തന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ നടക്കണം, അല്ലെങ്കിൽ ഒരു ഷൗത്ത് അധികം നടക്കണം എന്നാ. അപ്പൊ ഒരാൾ 7 എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ എന്താണ്? അതിന്റെ ഒരു റുക്കിന് നഷ്ടപ്പെട്ടില്ലേ, ഒരു സാരിഫ് ഉണ്ടായില്ലേ. ഇങ്ങനെ എന്താണ് ആ ഒരു സാരിഫ് ഉണ്ടായി, അല്ലെങ്കിൽ ഇക്കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാ പറഞ്ഞത്. വലായുസബ് അപ്പോ ഫലം യുഫിദിൽ ഇഖ്ബാറു ബിഹി, അപ്പോ ആ അതത് കൊണ്ട്
അതത് കൊണ്ടുള്ള ഇഖ്ബാർ ഫായിദ ഒപ്പിച്ചിട്ടില്ല, അൽ മഖ്സൂദ് ആ മഖ്സൂദിനെ ഫായിദ ഒപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതവിടെ സ്വീകരിക്കൂല. ഫ ഉൽഗിയ അപ്പൊ ഇഖ്ബാർ ലഘുവാക്കപ്പെട്ടു. വലൗ ബലഗ ഹദ്ദ തവാത്തുരി അലാ മഖ്തല ഇത്ലാഖുഹും കമാ യതി ബിമാ ഫീഹി, അത് ഹദ്ദു തവാത്തുർ എത്തിയാൽ സ്വീകരിക്കൂല എന്നാണ് അവരുടെ ഇത്ലാഖ് തേടുന്നത്. അവിടെ അലാമ എന്ന് പറഞ്ഞ് തബരിയായതാ, അങ്ങനല്ല. കമാ യതി അതിശേഷം വരുന്നുണ്ട്. അവരുടെ ഇത്ലാഖ് അങ്ങനെയാണ് തേടുന്നത് എന്നുള്ളത് എവിടെ വരുന്നുണ്ട്? നിസ്കാരത്തിന്റെയും എന്ന പോലെ പിന്നെ ഹജ്ജിന്റെയും ബാബിൽ വരുന്നുണ്ട്. അത് പിന്നെ ബിമാ ഫീഹി ആ ഇത്ലാഖ് തേടുന്ന ഒന്നുണ്ടല്ലോ, അതിലുള്ള ഫസാദോടുകൂടെ ശേഷം വരുന്നുണ്ട്. വഹുന ഇവിടാണെങ്കിലോ അൽ ഇഖ്ബാറു മുഫീദുൻ, ഇവിടെ ഇഖ്ബാർ മുഫീദാണ് എന്ന് ഫർക്ക് പറഞ്ഞു എന്നാ. ഫലം യുഫിദിൽ ഇഖ്ബാറു ബിഹിൽ മഖ്സൂദ എന്നതിന്റെ മേലെ അത്ഫാണ് വഹുന. അപ്പോ അവിടെ ഗൈറു മുഫീദാണ്, ഇവിടെ മുഫീദാണ്. ഇതാണ് ഇപ്പോൾ ഫർക്കുള്ളത്. ലിൽ മഖ്സൂദി മഖ്സൂദിനെ വായിദോപ്പിക്കും. കാരണം എന്താ? ഇതിൽ അഹ്തിമാല യുസ്ഖിത്തുഹു ആ മഖ്സൂദിനെ നഷ്ടപ്പെടുത്തുന്ന എന്താണ് ഒരു ഇഹ്തിമാൽ ഇവിടെ ഇല്ല. അല്ലെ, രീഹ് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അത് പുറപ്പെട്ടു എന്ന് വെച്ചാൽ അല്ലേ, പിന്നെ ഒതുമുറി അല്ലാതെ നിർവാഹമില്ലല്ലോ. 5 റക്അത്ത് നിസ്കരിച്ച് 4 റക്അത്ത് നിസ്കരിച്ച് എന്ന് വെച്ചത് കൊണ്ട് 4 കിട്ടിക്കോണമെന്നില്ലല്ലോ. അതല്ലേ നേരത്തെ പറഞ്ഞേ. അപ്പൊ ഫജബ ഖബൂലുഹു അല അന്നൽ ഹദസ, അപ്പൊ കബൂൽ നിർബന്ധമാണ് ഇവിടെ മുഫീദായതുകൊണ്ട്, സാക്കിത്താക്കുന്ന ഇഹ്തിമാലില്ലാത്തതുകൊണ്ട്. അതിനും പുറമെ അപ്പോ ആ എന്താണ് മുഫീദുല്ലിൽ മഖ്സൂദി എന്നതിന്റെ മേലെ അലാവത്തായി പറയുന്നത് അലാ അന്നൽ ഹദസ യകൂനു മിൻ ഗൈരി ഫീലിഹി. കണ്ട, ഹദസ് ഇവന്റെ ഫീൽ അല്ലാത്തത് കൊണ്ടിട്ടും ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക? വേറൊരാളിന് പറയാലോ, ഇവന്റെ ഫീൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ നിസ്കാരവും എന്ന പോലെ തവാഫും ഇവന്റെ ഫീൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാ. അപ്പൊ അതൊരു രണ്ടാമത്തെ ഫർക്കിലേക്കുള്ള ഷർത്താണ്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എന്താണ് വൽ ഹദസു മിൻ ഹാദാ എന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യന്റെ ഫീലുമായി ബന്ധപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ അല്ല എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു ഫർക്കാണ് ഈ പറയുന്നത്. അല അന്നൽ ഹദസ യകൂനു മിൻ ഗൈരി ഫീലിഹി. ഇനി 4-മത്തത് പിന്നെ അറാബിഉ അസ്ബാബുൽ ഹദസിൽ 4-മത്തത് മസ്സുൽ വാലിഹി വൽ ഖുൻസ. അപ്പൊ തൊടുമ്പോ വാലിഹാകണമെന്നില്ല, ഖുൻസ തൊട്ടാലും മതി. ഖുൻസന്റെ ഒന്നും അറിയും, തൊടപ്പെട്ടത് വാലിഹാകണമെന്ന് ശേഷം പറയുന്നുണ്ട്. എന്തിനെ തൊട്ടു എന്നാ? ജുസ്ഇനെ തൊട്ടൊരു ഭാഗം, മൊത്തം തൊടണമെന്നില്ല. വലോ സഹുവൻ ആ മസ് സഹുവായിട്ടാണെങ്കിലും ഔ മുക്റഹൻ അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചതാണെങ്കിലും, ഒരുത്തന്റെ കൈ പിടിച്ചിട്ട് എന്താണ് ഫർജ് തൊടിപ്പിച്ചതാ. പിന്നെ മിൻ കുബിലിൽ ആദമിയി, ആദമിയിന്റെ കുബിലിൽ നിന്നുള്ളൊരു ജുസ്ഇനെ തൊടുക. ഇത് അസ്ബാബുൽ ഹദസിൽ പെട്ടതാ. അൽ വാലിഹി ആദമിയി എന്ന് പറഞ്ഞപ്പോ അൽ വാലിഹി, അവിടെ വാലിഹാണ്, ഹുൻസയായ പറ്റൂല. അപ്പോ ഹുൻസന്റെ 2 കുബില്, അതിൽ നിന്ന് ഒന്നിനെ തൊട്ടാലും ഒതുമുറിയൂല, 2നെയും കൂടി തൊട്ടാലേ ഒതുമുറിയുള്ളൂ. അങ്ങനെയാണ് പിന്നെ മസാല. പിന്നെ അപ്പൊ അതാ വാലിഹി എന്ന് പറഞ്ഞ. എന്നിട്ട് ആ കുബിലിന് തഫ്സീർ ബയാനായിട്ട് പറയുന്നത്, ബദലായിട്ട് പറയുന്നത് അൽ ഫർജി, പിന്നെ വദ്ദക്കരിന് ശേഷം വരുന്നുണ്ട് ഫർജ്. അപ്പൊ കുബിൽ കൊണ്ട് ഉദ്ദേശം ഫർജും ദക്കറുവാ. പെണ്ണിൻ്റെതാണല്ലോ ഫർജ്, ദക്കർ ആണിൻ്റെതുവാ. ആ ഫർജിൽ നിന്ന് എവിടെ തൊട്ടാലോ ഒതുമുറിയാ. വൻ നാക്കില് മിൻഹു, അതിൽ നിന്ന് നാക്കില് മുൽത്തഖ ഷുഫ്രൈഹി, അതിന്റെ 2 ചുണ്ട് അല്ലെ 2 വക്ക്, അത് കൂടുന്ന സ്ഥലം തൊട്ടാലാണ്. അപ്പൊ ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോ എന്താണ് തൊട്ടാലും മുറിയൂല. ഇങ്ങോട്ട് എന്താണ് അകന്നെങ്കിലല്ലേ ആ മുൽത്തക്ക തൊടാൻ കഴിയുള്ളൂ. പിന്നെ അൽ മൊഹീത്തൈനി, അത് രണ്ടും അൽ മൊഹീത്തൈനി, അത് ചുറ്റി നിൽക്കുന്നതാണ്, വലയം ചെയ്ത് നിൽക്കുന്നതാണ്. ബിൽ മംഫദി, ആ മംഫദിനെ ദ്വാരത്തിനെ എന്താണ് പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അതാണ് ആ ഷുഫ്രൈനി എന്ന് പറഞ്ഞത്. അപ്പൊ അതിങ്ങനെ കൂടുന്ന സ്ഥലം.
ഇഹാത്ത ഏതുപോലെ ഇഹാത്തത്ത ഷഫത്തൈനി ബിൽ ഫമി കണ്ടോ, ഫമിനെ വായന എന്താണ് ചുറ്റി നിൽക്കുക, മൂടി നിൽക്കുക, രണ്ട് ചുണ്ട്, വായന്റെ രണ്ട് ചുണ്ട് എന്ന പോലെ. അപ്പൊ ഇങ്ങനെ വായ കൂട്ടുമ്പോൾ കൂടുന്ന ചെറിയുടെ ഭാഗം ഉണ്ടല്ലോ, ചുണ്ടിന്റെ ഭാഗം എന്ന പോലെ അവിടെ ഇങ്ങനെ കൂടുന്ന ഭാഗം അത് തൊട്ടാലേ മുറിയുള്ളൂ. അപ്പോൾ വായ ഇങ്ങനെ പൂട്ടിപ്പിടിച്ചാൽ ആ ഭാഗം തൊടൂലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ചാൽ തൊടൂല. അപ്പൊ അതിങ്ങോട്ട് ആ വായ തുറക്കും പോലെ ആണ് അവിടെ വിടർന്നാലേ തൊടുള്ളൂ. ദൂനമായതാലിക്ക ഇതല്ലാത്ത എവിടെ തൊട്ടാലും അത് മുറിയില്ല. വദ്ദക്കരി അപ്പോ ദക്കറിൽ നിന്ന് എന്താണ് ഹത്ത പിന്നെ കുൽഫത്തുൽ മുത്തസില. അപ്പോ മായതാലിക്ക എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഫർജിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഇവന്റെ വിരലിട്ടു അല്ലെ ഇവള് വിരലിട്ടു എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പൊ എന്ത് ചെയ്തു, അവിടെ തൊട്ടതുമില്ല എന്നാ ഒതും അറിയൂല. പിന്നെ ഈ തൊട്ട് എന്നുള്ള നിലക്ക് ഒതും അറിയൂലെന്ന്. പിന്നെ വദ്ദക്കരി ഫർജിന്റെ മേലെ എത്തുഫാണ്. ഹത്ത കുൽഫത്തുൽ മുത്തസില. ജക്കർ എന്ന് പറഞ്ഞത് ആ ഖലീബുൽ ജക്കറാണല്ലോ അല്ലെ, അതിനാണ് ജക്കർ എന്ന് പറയാ. പിന്നെ ഹത്ത കുൽഫത്തുൽ മുത്തസില, അതിന്റെ മുത്തസിലായ കുൽഫ തൊട്ടാൽ ഒതും അറിയും. അതിന് മുറിച്ചു മാറ്റുന്ന ഖിത്താന്റെ സമയത്ത് മുറിച്ചു മാറ്റുന്ന തോലിനാണല്ലോ കുൽഫ എന്ന് പറയുക. അപ്പൊ അത് തൊട്ടാൽ ഒതും അറിയും. വലോ ബഅലം മിൻഹുമാ. അപ്പൊ ഇത് രണ്ടും തൊടുക എന്ന് പറഞ്ഞത് ഇത് രണ്ടിന്റെയും ബഅലാണെങ്കിലും ശരി അത് മുഴുവൻ തൊടണം എന്നില്ല. നേരത്തെ പറഞ്ഞത് കിട്ടി ജുസ് അൻ എന്ന് പറഞ്ഞില്ലേ, അതാ വലോ ബഅലം മിൻഹുമ. അത് മുംഫസിലായ നിലയിലാണെങ്കിലും അപ്പോ ഈ പിന്നെ ബഅലം മിൻഹുമ എന്നുള്ളത് മടക്കി എന്തിനാ, അതാ മുംഫസിലിന്റെ കാര്യം പറയാനാ. അതിൽ നിന്നുള്ള ബഅല് മുംഫസിലായ നിലയിലാണെങ്കിലും എന്നോ. പിന്നെ അതെപ്പോ ഇൻ ബഖിയ ഇസ്മുഹു, ആ ഫർജ് എന്ന് പറഞ്ഞ എന്താണ് പേര്. അപ്പൊ അതിന് ആ ദക്കർ എന്ന പോലെ ആ പിന്നെ ഫർജ് എന്ന് പറഞ്ഞ പേര് ബാക്കിയുള്ള അത്രയുമുണ്ടെങ്കിൽ, അതാ മുംഫസിലൻ എന്ന് പറയും ബഖിയ ഇസ്മുഹു, ആ മുംഫസിലിന്റെ ആ ഇസ്മു ബാക്കി ഉണ്ടെങ്കിൽ, പിന്നെ അല്ല കുബിലിന്റെ എന്താണ് ഇസ്മു ബാക്കി ഉണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ ഇൻ ബഖിയ ഇസ്മുഹു. മുംഫസിലേക്ക് എന്നുള്ള മീറും അടക്കാം. മുംഫസിൽ ഇതാണല്ലോ അതിന്റെ പേര് ബാക്കിയുണ്ടെങ്കിൽ. അപ്പോ അതിന്റെ പേര് ബാക്കിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ പിന്നെ ഖിത്താന്റെ സമയത്ത് മുറിച്ച തോലോ അതൊട്ടോ അത് മുറിയൂല. പിന്നെ അതുപോലെ പെണ്ണിന്റെ ഖിത്താനിലോ, പെണ്ണിന്റെ ഖിത്താനില് റഅ്സുൽ ബളിറല്ലേ മുറിക്കുക, ബളിർ തന്നെ തൊട്ടാ ഒതും മുറിയില്ലല്ലോ. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഷുഫറത്തൈന് തൊട്ടാലല്ലോ ഒതും മുറിയുള്ളൂ. അപ്പൊ അവിടെ പിന്നെ വരൂല. ഇവിടെ പിന്നെ മുത്തസിലായ അവസ്ഥയിൽ ആ കുൽഫ തൊട്ടാവതും മുറിയും. അപ്പൊ അത് മുറിച്ചിട്ടാലും മുറിയൂല. കാരണം എന്താ, ഇനി ഈ ദക്കർ എന്നുള്ള പേര് പറയൂലല്ലോ, അതുകൊണ്ട് ഇസ്മു ബാക്കില്ല. ഏതുപോലെ അതിനൊരു നദീർ പറയുന്നു ക ദുബിരിൻ കുവ്വിറ വ ബഖിയ ഇസ്മുഹു. ദുബിർ തൊരന്നെടുത്തു എന്നാ. തൊരന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്, വൃത്തത്തില് എന്താണ് കത്തി കൊണ്ട് മുറിച്ചിട്ടാണ്ട് എടുക്കുക എന്നാ. അതിന് ഉദാഹരണം പറഞ്ഞ തക്വീരിൽ ബിത്തീഹീന. ബിത്തീഹൊക്കെ എന്താണ് ബത്തക്ക, തണ്ണിമത്തനൊക്കെ ഇങ്ങനെ തുറക്കൂലേ, അതുപോലെ തുറന്നെടുത്തതെന്നാ. അതുപോലെ തുറന്നെടുത്ത് നേരത്തെ പറഞ്ഞ ബയലിന് ഉദാഹരണമാവില്ലല്ലോ. അതുകൊണ്ട് ഈ കാഫ് തെൻലീറായിട്ട് ആക്കിയത്. അത് നെലീറിന്റെ കാഫ, മിസാലിന്റെ കാഫല്ല. മിസാലാകണേ നേരത്തെ ബയലിനാകണ്ടേ. ഇങ്ങനെ തുറന്നെടുത്താൽ ബയലുദ്ദുബർ അല്ലല്ലോ, അത് കുല്ലുദ്ദുബർ അല്ലേ. അങ്ങനെ ബഖിയ ഇസ്മുഹു, അതിന്റെ ഇസ്മു ബാക്കിയും ഉണ്ട്. പിന്നെ അപ്പൊ ബഖിയ ഇസ്മുഹു എന്ന് പറഞ്ഞത് കൊണ്ട് ആ കാഫ് എന്താണ് മിസാലിന്റെ കാഫാണെന്നാ വരുന്നത്. അപ്പോ അങ്ങനെ തുറന്നെടുത്തപ്പോ പൂർണ്ണമായിട്ടും തുറന്നെടുത്തിട്ടില്ല, അതിന്റെ ബയല് തുറന്നെടുത്തു എന്നാ. എന്നാലല്ലേ ബഖിയ ഇസ്മുഹു എന്നുള്ള ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാഫ് തൻലീറിനാക്കി ആര് പറഞ്ഞു, ഷെർവാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ബഖിയ ഇസ്മുഹു എന്നുള്ള ശേഷമുള്ളതിനോട് യോജിക്കുന്നില്ല. അപ്പൊ ദുബുരിൻ കുവ്വിറ എന്ന് പറഞ്ഞത് ആ എന്താണ് തക്വീർ ചെയ്തത് ദുബുർ പൂർണ്ണമായിട്ടല്ല, അതിന്റെ ഒരു ഭാഗമാണെന്ന് അർത്ഥം. എന്നാ പറ്റുമല്ലോ. അപ്പൊ മിസാൽ തന്നെയാണ് വഖൗലു സർക്കശി അല്ല വഖൗലു സർക്കശി. അപ്പോ ഇനി ഇമാം സർക്കശി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ഒന്നുണ്ട് ലാ യതഖയ്യദു എന്താണ് ബി ഖദ്രിൽ ഹശ്വതി, ഹശ്വന്റെ ഖദർ. പിന്നെ ഹശ്വന്റെ ഖദർ കൊണ്ട് കൈതാക്കപ്പെടൂല എന്ന് പറഞ്ഞു. ഏത്
ഈ ബഅല് മുൻഫസിലായ ബഅല് അത് ഹഷ്വന്റെ ഖദർ ഉണ്ടാകണം എന്നില്ല എന്ന് സർക്കശിമാം പറഞ്ഞത് മോഹിമുൻ. അത് മോഹിമാണ്. അത് മോഹിമാണെന്ന് പറഞ്ഞാൽ എന്താ, അത്ര വേണമെന്നില്ല, അതിന്റെ കുറച്ചായാലും ഒതു മുറിയുന്നല്ലേ പറഞ്ഞത്. ആ മുൻഫസിൽ ഖദറുൽ അഷ്വയേക്കാൾ കുറച്ചാണെങ്കിലും. പക്ഷെ ഖദറുൽ അഷ്വയേക്കാൾ കുറച്ചാകുമ്പോൾ അവിടെ ഇസ്മുദ്ദക്കർ ബാക്കി ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പൊ അത് മൂഹിമുൻ എന്ന് പറഞ്ഞാൽ എന്തിനെ ഈഹാമ് ചെയ്യിപ്പിക്കും? ഈ പറഞ്ഞ ഇസ്മു ബാക്കി ഉണ്ടാകുക എന്നതിന്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ് ആ മുൻഫസിലായ ബഅലിനെ തൊട്ടാൽ ഒതു മുറിയുക എന്നുള്ളത്. അതിന് എതിര് തോന്നിപ്പിക്കും എന്നാ പറഞ്ഞത്. പിന്നെ മുത്തശബ്ബിഹം ബിഹി, അല്ലെങ്കിൽ ആ ബഅല് മുൻഫസിലാണെന്ന് പറഞ്ഞല്ലോ. ഇനി അല്ലെങ്കിൽ മുത്തശബ്ബിഹം ബിഹി, മുത്തശബ്ബിഹാണെങ്കിലും എന്ത്, അപ്പൊ ബഅലും മുൻഫസിലാണെങ്കിലും എന്നതിന്റെ മേൽ അത്ഫാണ്. മുത്തശബ്ബിഹം ബിഹി, ശുബ്ഹത്തുള്ളതാണ്. ബിഹി എന്ന് പറഞ്ഞാല് അസ്ലിയിനോട് എന്നാ. മുത്തശബ്ബിഹം ബിഹി എന്ന് പറഞ്ഞാൽ ശുബ്ഹത്ത് വരല് പിന്നെ അസ്ലിയിനോടാണല്ലോ. അപ്പൊ അവിടെ കുർദി പിന്നെ ഗർദി അങ്ങനെയാണല്ലോ മടക്കിയത്. ബിൽ ഖുബുലിൽ അസ്ലിയ്യി മിനദ് ദക്കരി വൽ ഫർജി. അപ്പൊ ബിയൻ ലം യുഅലം അൽ അസ്ലിയ്യു മിൻഹുമാ, അതായത് ഒരു മനുഷ്യൻ 2 ദക്കറുണ്ട് അല്ലെ 2 ഫർജുണ്ട്, അസ്ലിയ്യ് ഏതാൻ തിരിയുന്നില്ല, അപ്പൊ അതായാലും മതി എന്നാ. പിന്നെ അപ്പൊ അത് തൊട്ടാലും ഒതു മുറിയും. അപ്പൊ 2 ഉണ്ടെങ്കിൽ 2 ഇത് തൊട്ടാലും ഒതു മുറിയുന്നായി. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് വക്കഥാ സായിദുൻ, സായിദും അങ്ങനെ തന്നെയാണ്. പക്ഷെ അമില, അത് അമൽ ചെയ്യുന്നുണ്ട്. അസ്ലി ഏതാണ് മറ്റേതാണെന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഈ തശബ്ബുഹില്ല, ശുബ്ഹത്തില്ല, ഇസ്തിബാഹില്ല. പക്ഷെ സായിദാണെങ്കിലും അമൽ ചെയ്യുന്ന സായിദാണെങ്കിൽ അത് തൊട്ടാലും ഒതു മുറിയും. ഔക്കാന, അല്ലെങ്കിൽ അമൽ ചെയ്യുന്നില്ല. അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്തിഷാർ ഉണ്ടാകുക, അല്ലെങ്കിൽ എന്ത് പിന്നെ മൂത്രം പോരുക, ഇങ്ങനത്തെയൊക്കെയാണ് അമൽ എന്ന് പറഞ്ഞാൽ. ഔക്കാന അല സനനിൽ അസ്ലി, അല്ലെങ്കിൽ അസ്ലിയിന്റെ അതേ രൂപത്തിലാണ്, വ്യത്യാസമല്ല, അങ്ങനെയാണ് സനനുൽ അസ്ലി എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പൊ അങ്ങനെ ആയാലും മുറിയും. ഇങ്ങനെ അപ്പൊ പിന്നെ മുറിയാത്തത് ഏതാ? ഈ അമൽ ചെയ്യുന്നുമില്ല, സനനുൽ അസ്ലിയും അല്ലാത്ത സായിദാണെങ്കിൽ മുറിയില്ല എന്നർത്ഥം. 2 ഉള്ളയില്ലേ, അത് മുറിയൂല. ഇനി എന്തുകൊണ്ടാ തൊട്ടത്? ബി ജുസി മിൻ ബത്നിൽ കഫി ഉണ്ടോ, ബത്നുൽ കഫിന്റെ ഒരു ജുസു കൊണ്ട് തൊട്ടു, മൊത്തം കൊണ്ട് തൊടണ്ട, ഒരു ഭാഗം. ആ കഫ് എന്ന് പറഞ്ഞാൽ അസ്ലിയ്യത്ത്, ഇവിടെ അതെല്ലാം പരിഗണിക്കുക. അസ്ലിയായ കഫാണ്. വൽ മുത്തശബ്ബിഹത്തി ബിഹ, അസ്ലിയിനോട് ശുബ്ഹത്തുള്ളതാണ്. വകദ സായിദത്തു, അപ്പോ സായിദത്തും മിൻ കഫിൻ, കഫിൽ നിന്ന് സായിദയായത്. കഫിൽ നിന്നില്ല, ഔ ഇസ്ബൈൻ, അല്ലെ വിരലിൽ നിന്ന്. 6 വിരലുണ്ട്, അപ്പൊ അങ്ങനെ സായിദ. പക്ഷെ ഈ അമിലത്ത് ഉണ്ടോ, അത് അമൽ ചെയ്യുമെങ്കിൽ, അതായത് ഈ 5 വിരൽ പോലെ തന്നെ അത് മടക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ ഒരു 6ാമത്തെ വിരൽ വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അതിൽ നഖവും എന്താ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അമൽ ചെയ്യൂല. ഇങ്ങനെ മടക്കിയാലൊന്നും മടങ്ങൊന്നുമില്ല, അതിനൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പൊ അത് അമിലത്തല്ല. ഔ സാമത്തത്തിൽ അസലീയത്ത, പക്ഷെ അതെന്ത് വരും? അസലീയത്തിനോട് മുസാമിത്തായി എന്നുള്ളതിൽ പെടും. ഞാൻ പറഞ്ഞ 6ാമത്തെ വിരൽ ഈ കഫിന്റെ ഈ 5 കഴിഞ്ഞിട്ട് 6ാമത്തെ അവിടെ തന്നെ ആണെങ്കിൽ അതാ നേർക്ക് നേരെയായി. മുസാമത്തത്ത് എന്ന് പറഞ്ഞാൽ മുഖാബലത്ത് എന്നാ, സാമത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ എന്തായി, പിന്നെ 5 വിരൽ നിൽക്കും പോലെ തന്നെയാണ് മറ്റേ വിരലും. അതാ പിന്നെ അസലീയത്തിനോട് മുസാമിത്താകുക എന്ന് പറഞ്ഞത് കഫിലേക്കും ഇസ്ബയിലേക്കും മടങ്ങുമല്ലോ. അമിലത്ത് എന്ന് പറഞ്ഞതും 2ലേക്കും മടങ്ങും. അവിടെ കഫിൻ ഔ ഇസ്ബയിൻ അത്തുഹു ആവുണ്ടാവുമ്പോൾ ദമീർ മുഫ്രദിന്റെ മടക്കാലോ. പിന്നെ കഫു ഇസ്ബയും ഒക്കെ മുഅന്നസായിട്ട് ഉപയോഗിക്കുക, അതായത് അവയവങ്ങളൊക്കെ 2 ഉള്ളതെല്ലാം മുഅന്നസായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതാണ് ബിയങ്കാനത്തിൽ കഫു, കഫായി അല മേസമിഹ, ആ കഫിന്റെ മേസമിൽ തന്നെയാണ്. മേസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റുസ്, അത് തന്നെ. പിന്നെ വളടുന്ന ഭാഗം, പിന്നെ വൽ ഇസ്ബഇ അല കഫിഹ എന്ന പോലെ ഇസ്ബഇ ആയി. ബിയങ്കാനത്തിൽ ഇസ്ബഊന്ന്, ബിയങ്കാനത്തിൽ കഫു, പിന്നെ അതിന്റെ മേലെ അത്തിഫല്ലേ വൽ ഇസ്ബഉ അല കഫിഹ.
പിന്നെ ആ ഇസ്ബൈന്റെ കഫുണ്ടല്ലോ അയിമ തന്നെയാണ്. വസാമത്താഹുമ എന്നിട്ട് എന്താണ് ആ കഫിനോടും ഇസ്ബൈനോടും മുസാമിത്തായി. മുസാമിത്താകുക എന്ന് പറഞ്ഞാല് നേർക്ക് നേരെ വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഖാബലത്തുണ്ടാകുക എന്നാ. പിന്നെ സാമത്ത, കാബല, വാസ, വാജഹ എന്നൊക്കെയാ പറയാ, അതുപോലെ തന്നെയാണ്. പിന്നെ അപ്പൊ അങ്ങനെ ആവുമ്പോ അതുകൊണ്ട് തൊട്ടാലും മതി. ഇനി അപ്പൊ ഇതല്ലാത്തത് സായിദയാണെന്ന് ഉറപ്പുള്ളത് അത് അമൽ ചെയ്യുന്നില്ല, മുസാമിത്തും അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തൊട്ടാ അത് മുറിയൂല എന്നാവും. ഇനി അന്നൽ ഇബ്റത്ത ഫിൽ അമലി വൽ മുസാമത്തത്തി ബി വക്തിൽ മസ്സി, അതായത് അമൽ ചെയ്യണം അല്ലെ മുസാമത്തായിരിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് തൊടുന്ന സമയത്താണ്. ദൂനമാ ഖബലഹു വമാ ബഅദഹു, അതിന്റെ മുമ്പും ശേഷമല്ല. അപ്പൊ തൊട്ടപ്പോ ഇത് അമൽ ചെയ്യൂലായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമൽ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്ത് തൊട്ട സമയത്തിന് മുമ്പ് അമലുണ്ടായിരുന്നു, ഇപ്പൊ അമലില്ല. മുസാമത്തത്വം എന്താണ്, അത് പിന്നെ എങ്ങനെ വരിക? പിന്നെ അവിടുന്ന് മാറിപ്പോവോ? അവിടുന്ന് മാറിപ്പോകാൻ സാധ്യത ഒക്കെ ഉണ്ടല്ലേ. ഈ മുസാമത്തത്ത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫർജിന്റെ അവിടെ അലാ സനനിൽ അസ്ലി എന്ന് പറഞ്ഞതാണ്. അതെ, അതെന്തെങ്കിലും അപകടം പറ്റിയിട്ട് എന്താ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയാൽ അങ്ങനെ ആകാലോ അല്ലേ. അല്ലെങ്കിൽ എന്തോ രോഗം വന്നിട്ട് ആ ബെരലിന് എന്താണ് എന്തെങ്കിലും മാറ്റം വന്ന, അല്ലെ കഫിന് മാറ്റം വന്ന, അങ്ങനെ വരാം. അപ്പോ ആ സമയത്ത് വഹാദ ലാഹിറുൻ, അങ്ങനെ ബുഹിസ എന്ന് പറഞ്ഞിട്ട് ആ ബഹ്സ് ലാഹിർ തന്നെ. വദാലിക്ക, അപ്പൊ ഈ പറഞ്ഞ നാലാമത്തേന് തെളിവ് പറയുന്നത് മസ്സു വർജില്ലാദമി എന്ന് പറഞ്ഞില്ലേ, ബി ബത്തിനിൽ കഫി എന്ന് പറഞ്ഞതിന് തെളിവെന്താ? അതാ ഇനി വദാലിക്ക എന്ന് പറയുന്നത്. മസ്സു ഖുബിലിൽ ആദമി ബി ബത്തിനിൽ കഫി എന്ന് പറഞ്ഞതിന്റെ തെളിവെന്താ? വദാലിക്ക ലിൽ ഖബരി സഹീഹ്, സ്വഹീഹായ ഹദീസ്, ഖിലാഫൻ ലിമൻ നാസഅ ഫീഹി, ആ ഹദീസ് സ്വഹീഹാണ് എന്നതിൽ ചിലർ എതിര് പറഞ്ഞിട്ടുണ്ട്, അവർക്കെതിരായിട്ട്. ഹദീസ് സ്വഹീഹ. അപ്പൊ ഖിലാഫൻ നാസഅ ഫീഹി എന്ന് പറഞ്ഞത് സഹീഹാണോ എന്നതിൽ ഖിലാഫ് പറഞ്ഞു. എന്താ ഹദീസ്? ഇതാണ്, ഇദാ അഫ്ള അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ സിത്റുൻ വലാ ഹിജാബുൻ ഫൽയതവല്ലഹ്. പിന്നെ അപ്പോ ഇദാ അഫ്ള അഹദുക്കും ബിയദിഹി, ഇവന്റെ കയ്യിനെ ചേർത്താൽ എന്നാ. എങ്ങോട്ട് ചേർത്ത്? ബിയദിഹി ഇലാ ഫർജിഹി, അവന്റെ ഫർജിലേക്ക് നിങ്ങളാരെങ്കിലും നിങ്ങളിൽ ഒരുത്തൻ അവന്റെ കയ്യിനെ ഫർജിലേക്ക് ചേർത്താല് വലൈസ ബൈനഹുമാ സിത്റും വലാ ഹിജാബുൻ, എന്താണ് കാണാവുന്ന രീതിയിലുള്ള മറയില്ല, വലാ ഹിജാബുൻ കാണലിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള മറ. ഹിജാബ് എന്ന് പറഞ്ഞാൽ കാണലിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മറ. ഈ രണ്ട് മറയും ഇല്ല എന്ന് പറഞ്ഞാല് അവിടെ ഇപ്പോ എന്താണ് സുതാര്യമായൊരു മറയുണ്ട്, ഗ്ലാസ് പോലെ. പെണ്ണ് ഗ്ലാസിന്റെ അപ്പുറത്തല്ലേ, അല്ല ഇതിന്റെ പുറത്തുകൂടി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്, എന്നാ മതിയല്ല. അപ്പൊ അയിന്മേല തൊട്ടത്, അല്ലെങ്കിൽ ഉറയിട്ടിട്ടുണ്ട് അയിന്മേല തൊട്ടത്. അപ്പോ എന്താണ് സിത്തുറുൻ എന്ന് പറഞ്ഞത് അങ്ങനെ എന്താണ് കാണലിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള. ഹിജാബ് എന്ന് പറഞ്ഞാൽ കാണലിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള. അങ്ങനെ അത് രണ്ടും രണ്ട് മറയാക്കാം. അല്ല രണ്ട് തഫ്സീറാന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതാ നല്ലത്, രണ്ട് എപ്പോഴും മുഗായറത്തായിരിക്കലാണ് നല്ലത്, തഹ്സീസ് അല്ലേ നല്ലത്. ഫല്യത്തവല്ല പോത് കൊടുക്കുക. ഹിജാബ് എന്ന് പറഞ്ഞാൽ കാണാത്ത മറയാണ് എന്നുള്ളത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. എന്താണ് സഅൽതുമൂഹുന്ന മത്താഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് എന്നല്ലേ. അന്യപെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കൽ അത്യാവശ്യമായി വന്നാലേ ഒരു മറന്റെ പിന്നിൽ നിന്നേ ചോദിക്കാൻ പാടുള്ളൂ. നിക്കാബും പർദ്ദയൊക്കെ ഇട്ട പെണ്ണാണെങ്കിലും നേർക്ക് നേരെ പറയരുത് എന്നാ. അതല്ലേ പറഞ്ഞതിന്റെ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. പിന്നെ മറയുടെ പിന്നിൽ നിന്നായിരിക്കണം, അതായത് അവളുടെ ശാരീരിക ആ വടിവും അതുപോലും ഒന്നും കാണാത്ത രീതിയിലായിരിക്കണം എന്ന്. ഫല്യത്തവല്ല എന്ന് പറഞ്ഞു. വബി മഫ്ഹൂമിഹി, ഇതിന്റെ മഫ്ഹൂമ് കൊണ്ട് എന്താക്കി? ഖുസ്സ ഉമൂമുൽ ഖബരി സഹീഹി അയ്ലൻ എന്നാണ് പിന്നെ പറയുന്നത്. അത്
മഫ്ഹൂം എങ്ങനെ വന്ന് ഇതിനെങ്ങനെ മഫ്ഹൂം ഉള്ളത്? ഇതാ അഫ്ല അഹദുക്കും എന്ന് പറഞ്ഞ ഷർത്ത് ഉണ്ടല്ലോ, ലിസ്തിമാലിഹി അല അദാത്ത് ഷർത്തി, ഷർത്തിന്റെ അദാത്തുള്ളതുകൊണ്ട് അതിന് മഫ്ഹൂം ഉണ്ട്. ആ മഫ്ഹൂം ഷർത്തിന്റെ മഫ്ഹൂം ഹുജ്ജത്താണെന്നല്ലേ. അപ്പൊ ഇങ്ങനെ എന്താണ് ഇഫ്ലാ ചെയ്താൽ എന്ന് പറഞ്ഞത് എന്ത് ആ മഫ്ഹൂം കൊണ്ട് ഖാസാക്കപ്പെട്ടു. ഉമൂമുൽ ഖബരി സഹീഹ് എഴുതാൻ വേറെ അമ്മ ഹദീസ് ഉണ്ട്, മമ്മസ്സദക്കറഹു ഫല്യതവല്ല എന്നുണ്ട്. അപ്പൊ മമ്മസ്സദക്കറഹു ഫല്യതവല്ല എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ മസ്സാന്നുള്ളത്. നേരത്തെ പറഞ്ഞ അഫ്ലാ അഹദുക്കും ബിയദിഹി എന്നാ പറഞ്ഞ, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മമ്മസ്സദക്കറഹു ഫല്യതവല്ല എന്ന് പറഞ്ഞാൽ ബത്നിൽ കഫു ഉണ്ട് എന്ന് വരൂല, തൊട്ടാല് എന്ന് പറഞ്ഞതേ. അപ്പൊ ബത്നിൽ കഫ് അല്ല, പിന്നെ ലഹറുൽ കഫ് കൊണ്ടാണെങ്കിലും ഒളു എടുക്കൽ നിർബന്ധമാണ്. മമ്മസ്സദക്കറഹു ഫല്യതവല്ല കൊണ്ട് വരിക. എന്നാൽ അഫ്ലാ അഹദുക്കും എന്ന് പറഞ്ഞതോ അത് ബത്നുൽ കഫ് കൊണ്ട് എന്ന് അതാ പറഞ്ഞത്. ഇതിൽ ഇഫ്ലാ അതുകൊണ്ട് ഇതിനെ കൈതാക്കൽ എങ്ങനെ? അവിടെ എങ്ങനെ എന്താണ് ഖാസായത്? ഇതിൽ ഇഫ്ലാ ലുഗത്തൻ അൽ മസ്സു ബി ബത്നിൽ കഫി ഉണ്ടോ, അതുകൊണ്ടാണ്. അപ്പം മമ്മസ്സ എന്ന് പറഞ്ഞാൽ മസ്സ അമ്മാണ്, പക്ഷെ ഇതാണെങ്കിൽ ഇങ്ങനെ കൈതു വന്നു. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് എന്തായത്? അല്ല, മറ്റേതാണ് ആദ്യം പറഞ്ഞതാണ് തെളിവ്. അപ്പോൾ ഈ ഹദീസ് അതിന് ഇഷ്കാലായി വരൂല എന്നർത്ഥം. കാരണം എന്താ, ഇത് അമ്മാണ്, ഇത് അമ്മ മുഖസ്സസ് ആണ് എന്നർത്ഥം. മറ്റേന്റെ ഓഫും ഉണ്ട്. വഹുവ ബി ബത്തിന് റാഹത്തൈനി ബത്തിനിൽ അസാബി. അപ്പൊ ബത്തിനുൽ കഫ് കൊണ്ടുള്ള മസ് എന്ന് പറഞ്ഞ ഏതാ? ആ മസ്സും ബി ബത്തിനുൽ കഫ്. ബത്തിനുൽ കഫ് കൊണ്ട് എന്താ ഉദ്ദേശം എന്നാണ് ഇനി പറയുന്നത്. വഹുവ ലമീർ മസ്സും ബി ബത്തിനുൽ കഫിലേക്കാണ് മടങ്ങുന്നത്. വഹുവ അല്ല, ബത്തുനുൽ കഫിലേക്കാണ് മടങ്ങുന്നത്. വഹുവ എന്ന് പറഞ്ഞാൽ ബത്തുനുൽ കഫ്, ബത്തുനുർ റാഹത്തൈനി രണ്ട് ഉള്ളം കൈയിന്റെ ഉള്ള് എന്ന പോലെ, ബത്തുനുൽ അസാബി വിരലിന്റെ ഉൾഭാഗം, വൽ മുൻഹരിഫി ഇലൈഹിമ ഇന്ദന്തിബാക്കിഹിമ അതിന്റെ ആ രണ്ട് ബാത്തിനുണ്ടല്ലോ, ബത്തുനുർ റാഹത്തൈനിയും എന്ന പോലെ ബത്തുനുൽ അസാബിയും ഇതിലേക്ക് ചരിഞ്ഞ ഭാഗവും ഒരല്പം ചരിഞ്ഞ ഭാഗം, ഇന്ദന്തിബാക്കിഹിമ അതിങ്ങനെ രണ്ട് കൈ കൂട്ടിയാൽ എന്താവും? ഒരല്പം ഒരു ചെരിവുള്ള ഭാഗം ഉണ്ടാവും, തൊടൂല, രണ്ടും കൂടി തൊടൂല. ആദ്യം പറഞ്ഞ നേരെ ബത്തിന് എന്ന് പറഞ്ഞാൽ ആ രണ്ടും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ കൂടുന്ന സ്ഥല, അതിന്റെ ചെരിഞ്ഞ ഭാഗവും ഇതാണ്. പിന്നെ മുൻഹരിഫ് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ മാബൈനൽ അസാബി ആണെങ്കിലോ വിരലിന്റെ നേരെ ഇടഭാഗം അതൊട്ടാ മുറിയൂല. യസീരി തഹാബുലിൻ കൂട്ടുന്നത് എങ്ങനെ? ഒരല്പം എന്താണ് ഊന്നൽ കൊടുത്തുകൊണ്ട്, ഭാരം കൊടുത്തുകൊണ്ട് അമർത്തി, എന്താണോ ഒരല്പം അമർത്തി കൂട്ടണം. ഇനി മസ്സു പറഞ്ഞു കൈരിഹി. അപ്പൊ വേറൊരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ്? പിന്നെ മസ്സു കുബിലിൽ ആദമിജി എന്നല്ലേ. ഹദീസിലാണെങ്കിലും എന്താണ് മൻ ഇദാ അഫ്ല അഹദുക്കും ബി യദിഹി ഇലാ ഫർജിഹി എന്നല്ലേ. ഒരുത്തന് അവന്റെ ഫർജ് ഇട്ടാൽ എന്നാ നമ്മളെ മസല പറഞ്ഞ ഹുക്കുമ് പറഞ്ഞതോ ആരത് തൊട്ടാലും എന്നാ അല്ലെ, മറ്റൊരുത്തന്റെ ആണെങ്കിലും. അപ്പൊ അതിന് തെളിവോ? അത് ഖിയാസാണ്. അതാ ഇനി പറയുന്നത്. മസ്സു ഫർജു ഗൈരിഹി അഫഹഷു, അത് കൂടുതൽ ഫാഹിഷാണ്. ലിഹത്തിക്കിഹി ഹുർമത്തഹു. അപ്പൊ ഇത് ഇവിടുത്തെ ഹിക്മത്ത് എന്താ? നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതായത് ബഷറത്തൈന് തമ്മിൽ തൊടല് മുത്തത്തഹിറിന്റെ ഹാലത്തിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മസ്സുൽ ഫർജ് എന്ന് പറഞ്ഞത് മുത്തത്തഹിറിന്റെ ഹാലത്തിനോട് യോജിക്കായ്യ. അത് ഇവന്റെ തന്നെ യോജിക്കുന്നില്ല എന്നെ മറ്റൊരുത്തന്റെ ആണെങ്കിൽ ഏതായാലും യോജിക്കൂലല്ലോ. അതാണ് അഫഹഷൂലി ഹത്തുക്കിഹി ഹുർമത്തഹു. കാരണം എന്താ? അവന്റെ ഹുർമത്ത് മാനം എന്താണ് പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് മാന എന്താണ് നഷ്ടം വരുത്തുന്നുണ്ട്. പിന്നെ വയറിന്റെ ഹത്തുക്കിഹി എന്ന് പറഞ്ഞാല് മസ്സു ഫർജ് ഗൈരിഹി, അത് ഹത്തുക്ക് ചെയ്യും. ഹുർമത്തഹു ഗൈറിന്റെ ഹുർമത്തിനെ ഹത്തുക്ക് ചെയ്യും. അതുകൊണ്ട് അത് അഫ്ഹഷാണ്. അത് അഫ്ഹഷാണെന്ന് പറഞ്ഞത് അത് ഗാലിബിലാണ്. കാരണം എന്താ? ഇതില്ലാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. എവിടെ ഹത്തുക്കുൽ ഹുർമത്ത് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും മുറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗാലിബൻ എന്ന് പറഞ്ഞത്. ഇത് നഹു യദിൽ മുക്രഹി വൻ നാസി കണ്ടോ, മുക്രഹും നാസിയുമായി തൊട്ടാലും ഒന്നും മുറിയുന്ന പറഞ്ഞ അത് എന്താണ്? ഗൈരിഹിമാ, അവർ രണ്ടാളുടെയും കൈ അത് രണ്ടല്ലാത്തവരുടെ കൈ പോലെയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടിടത്തും എന്തില്ല? ഹത്തുക്കുൽ ഹുർമത്തില്ല. ഹത്തുക്കുൽ ഹുർമത്തുണ്ടെങ്കിൽ ഇവൻ എന്താണ്? ഇവന്റെ ഇഷ്ടപ്രകാരം തൊടണ്ടേ. ഒരുത്തം പിടിച്ച് തൊടിയിച്ചാല് ഹത്തുക്കുൽ ഹുർമത്ത് ഉണ്ടാവില്ലല്ലോ. നിസിയാനോടുകൂടെ തൊട്ടുപോയതാണെങ്കിലോ എന്നാലും ഹത്തുക്കുൽ ഹുർമത്ത് ഉണ്ടാവില്ല. അതാ ഗാലിബൻ എന്ന് പറഞ്ഞതിന് കൈത് കൊടുത്തതിനില്ലത്താണ് ഇതിനെ അഹു എന്ന് പറഞ്ഞത്. ഇനി ബൽ റിവായത്തു മമ്മസ്സദക്കറൻ,
അത് ഇപ്പൊ ഖിയാസായിട്ടാ പറഞ്ഞ മസ്സു ഫർജി ഗൈരിഹി അഫഹഷൂന്ന്. അതിന്റെ മേൽ എന്താണ് ഇൽറാബായിട്ടല്ല അതാണ് ഇന്തിഖാലായിട്ട് പറയുന്നത്. ബൽ റിവായത്തു മമ്മസ്സദക്കറൻ തഷ്മലുഹു, അങ്ങനെ റിവായത്തുണ്ട്. മമ്മസ്സദക്കറൻ എന്ന് നെക്കിറയാക്കിയിട്ടൊരു റിവായത്തുണ്ട്, അത് ഇതിനെ ഉൾപ്പെടുത്തും. ആര്? ഗൊയറിന്റെ ഫർജിനെ ഉൾപ്പെടുത്തും, ദക്കറിനെ ഉൾപ്പെടുത്തും. ഈ ഉമൂമിൻ നെക്കറത്തിൽ വാക്കയത്തി ഹയ്യിസ് ഷർത്തി, മൻ എന്ന് പറഞ്ഞത് ഷർത്താണല്ലോ. അപ്പൊ അതിന്റെ ഹയ്യിസിൽ വന്നതാണ്, അതിന്റെ മുഖാബലയിൽ വന്നതാണ് ദക്കറൻ എന്ന് പറഞ്ഞ നെക്കിറ. അത് ഉമൂമിനെ ഫായിദോപ്പിക്കും. പിന്നെ അപ്പൊ വേറൊരു വിഷയമുണ്ട്, ഇത് മുറിയില്ല എന്ന ഹദീസ് ഉണ്ടല്ലോ. വൽ ഖബറുൻ, അതിനെന്താ മറുപടി? വൽ ഖബറുൻ നാസു അലാ അദ്മിൻ നഖലി, നഖലില്ല എന്ന് പറയുന്നത്. അതായത് ഒരുത്തന് ഫർജ് തൊട്ടാൽ ഒതു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇൻഹു ഇല്ല ബദഅത്തും മിൻഹു എന്ന് ഹദീസുണ്ടല്ലോ, അതവന്റെ ശരീരത്തിന്റെ ഒരു ബദഅത്തല്ലേ, അത് തൊട്ടാൽ ഒതു കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നസ്സായ ഹദീസുണ്ട്. ഖാലൽ ബഗവിയു, ഇമാം ബഗവി മുഹീസുന്ന ഇമാം ബഗവി റളിയല്ലാഹു അൻഹു കിതാബുൽ മസാബീഹിലാ പറഞ്ഞത്. അത് എന്നുപോലെ ഇമാം ഖത്താബി മആലിമുസ്സുനനിലും പറഞ്ഞിട്ടുണ്ട്, എന്ത് മൻസൂഖുൻ, അത് മൻസൂഖാണ്, ഹദീസ് മൻസൂഖാണെന്ന് പറഞ്ഞു. പക്ഷേ വഫീഹി, അവരെ പറഞ്ഞതിലുണ്ട്, വൈൻ ജറ അലൈഹി ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാന്റെ സഹീഹ് ഇബ്നു ഹിബ്ബാൻ കിതാബ് ഉണ്ടല്ലോ, അതിലും ഇത് പറഞ്ഞിട്ടുണ്ട്. വഗൈറുഹു, മറ്റുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വഫീഹി നദറുൻ ലാഹിറുൻ, അത് മൻസൂഖ എന്ന് പറയുന്നതിൽ നദറുൻ ലാഹിറുണ്ട്. ബയ്യൻതുഹു ഫി ശറഹിൽ മിഷ്കാത്തി, എന്റെ ഷറഹുൽ മിഷ്കാത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഷറഹുൽ മിഷ്കാത്ത് തുഹഫ ഇത് എഴുതുന്നതിന് മുമ്പ് എഴുതിയതാന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഷറഹുൽ മിഷ്കാത്ത് പൂർത്തിയായില്ലല്ലോ, ഫത്തുഹുൽ ഹിലാൽ പൂർത്തിയായിട്ട് എഴുതിയിട്ടില്ല ഇബ്നു ഹജർ തങ്ങൾ. അപ്പൊ ഈ ഭാഗം അവിടെ ഇത് എഴുതുന്നതിന് മുമ്പാണ് അത് എഴുതിയതെന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. പിന്നെ ബയാനി അന്നൽ അഖ്ദ, എന്ത് ഞാൻ വിശദീകരിച്ചു. അപ്പൊ അത് മൻസൂഖ എന്ന് പറഞ്ഞതിന് ഇഷ്കാലുണ്ടെങ്കിൽ പിന്നെ ഈ ഹദീസിന്റെ മറുപടി എന്താ? അപ്പൊ ഹദീസിന്റെ മറുപടിയാ പിന്നെ ബയാനി അന്നൽ അഖ്ദ, ഷറഹുൽ മിഷ്കാത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നൽ അഖ്ദ ബി ഖബറിൻ നസ്സി ബി ഖബറിൻ നഖ്ലി, നഖ്ലിന്റെ ഹദീസ് സ്വീകരിക്കലാണ് അർജഹ്, അതാണ്. അപ്പൊ ഹദീസിന്റെ എന്താണ് സനദ് നോക്കിയിട്ട് എന്താക്കിയതാ റുജുഹാൻ ഇതിനാണ്. അപ്പൊ ഫതഅയ്യന, അത് തഅയ്യുനായി, അത് അർജഹായതുകൊണ്ട് നഖലിന്റെ ഖബർ പിടിക്കൽ അർജഹായതുകൊണ്ട് റാജിഹ് സ്വീകരിക്കണമല്ലോ, അത് തഅയ്യുനായി ലി അന്നഹുൽ അഹ്വത്തു, കാരണം അത് സ്വീകരിക്കൽ അഹ്വത്ത്, അത് സനദ് നോക്കിയിട്ടല്ല, അല്ലാതെ എന്താണ് ഇഹ്തിയാത്ത് എന്നുള്ള നിലയ്ക്ക് അത് അർജഹായി, അപ്പൊ അത് സ്വീകരിക്കലാണ്, അത് അഹ്വത്ത് എന്ന് പറഞ്ഞ. ബൽ വല്ല സഹു ഇന്ദ കസീരീന എന്നല്ല, ആ പിന്നെ എന്താണ് ഖബറുൻ നഖ്ല് സ്വീകരിക്കൽ, ആ ഖബറുൻ നഖ്ല് അസഹാണ് ഇന്ദ കസീരീന മിനൽ ഹുഫാദി, അത് സനദുള്ള നോക്കിയിട്ട് ഹുഫാദിൽ നിന്ന് കസീറിന്റെ അടുക്കലും അതാണ് അസഹ. അപ്പൊ അങ്ങനെ തർജിയാക്കുക, സനദിൽ അസഹാണ് ഹുക്കുമിൽ അഹ്വത്താണ് എന്നാണല്ല, മൻസൂഖ എന്ന് പറയാനാവൂല എന്നാ പറയുന്നത്. ആയിക്കോട്ടെ. ബാബുൻ അല്ല തംബീഹുൻ. ഇനി ഇവിടെ രണ്ട് കൈയും മുറിയുന്നു ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളല്ലേ. മുത്തശബ്ബിഹാണെങ്കിലും സായിദാണ്, അത് ആമിലോ അല്ലെങ്കിൽ സനനുൽ അസ്ലിയോ, അങ്ങനെയാണെങ്കിൽ രണ്ട് ദക്കറും രണ്ട് ഫർജും രണ്ട് കയ്യിന്റെ അവിടെ ഒക്കെ. അപ്പോ ഹുൻസന്റെ ഒരു ഫർജിനെ തൊട്ടാൽ അത് മുറിയില്ല എന്നാണല്ലോ. അപ്പൊ എന്താ വ്യത്യാസം? തംബീഹുൻ ലായുനാഫി മാ തഖററ, ഇപ്പൊ നമ്മൾ ഉറപ്പാക്കിയ ഒന്ന് എതിരല്ല. ഉറപ്പാക്കിയ എന്താ? മിൻ നഖ്ലി കുല്ലിമ്മി യദൈനി ഔ ദക്കറൈനി ഔ ഫർജൈനി നിഷ്തബഹ ഔ സാദ വസാമത്ത, ഇപ്പറഞ്ഞത് എതിരല്ല. അദ്മൻ നഖ്ലി, എന്തിനോട് എതിരല്ല? നഖ്ലില്ല എന്നുള്ളതിനോട്. ബി അഹദി ഫർജയിൽ ഹുൻസ, ഹുൻസന്റെ രണ്ട് ഫർജിൽ ഒന്നോട്ടോ മുറിയില്ല എന്നുള്ളതിനോട് എതിരല്ല. അപ്പൊ എതിരല്ല എന്നുള്ള അദ്മുത്ത, അതിനെ ന്യായീകരിക്കാം. വയുവജ്ജഹു, ഏത് ഹുൻസന്റെ രണ്ട് ഫർജിൽ ഒന്ന് തൊട്ടാൽ ഹുൻസ എന്ന് പറഞ്ഞാൽ ഹുൻസ മുഷ്കിലാട്ടോ, അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഫുഖഹാവ് പറയുമ്പോൾ ഹുൻസ മുഷ്കില. വാലിഹായി കഴിഞ്ഞാൽ പിന്നെ അത് ആണോ പെണ്ണോ പെട്ടുപോയല്ലോ. ആണോ പെണ്ണോ തിരിഞ്ഞാൽ പിന്നെ ആ ഉളൂഹിനനുസരിച്ചാണ് ഹുക്കുമ്. അപ്പോൾ ഈ ഹുൻസ മുഷ്കില് അതിന്റെ രണ്ട് ഫർജിൽ ഒന്ന് തൊട്ടാൽ ഒതുമുറിയില്ല എന്നുള്ളതിന് ബി അന്ന കുല്ലം മിൻഹുമാ ലായസ്തുഖു അലൈഹി, രണ്ടിൽ ഓരോന്നും ലായസ്തുഖു അലൈഹി അഹദഹു, ആ ഒന്നിന് മാത്രം അന്നഹു ഫർജു റജുലിൻ, അതൊരു റജുലിന്റെ ഫർജാണെന്നുള്ളത് പറയാൻ പറ്റൂല. ലായസ്തുഖു അന്നഹു ഫർജു റജുലിൻ അല്ലെങ്കിൽ ഉൻസ ഫർജു ഉൻസ എന്ന് പറയാൻ പറ്റൂല. ഫൈലം യു അസിർ അഷബഹു സൂരിയു ഫീഹി,
അപ്പൊ അഹദുൽ ഫർജിൽ ഫീഹി എന്ന് പറഞ്ഞാൽ അഹദുൽ ഫർജിലുള്ള എന്താണ് പിന്നെ സൂര്യായ രൂപത്തിന്റെ സാദൃശ്യം അത് മതിയായില്ല എന്നാ ബിഖിലാഫി കുല്ലിമ്മിൻ തിൽക്ക ആ രണ്ടിൽ നിന്ന് രണ്ടിനും കൂടിയാകുമ്പോ കുല്ലിമ്മിൻ തിൽക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ മജ്മൂന്ന് ആ ഹുൻസന്റെ ഫർജിന്റെ മജ്മൂ അഹദിന്റെ മുഖാബലയിലാണല്ലോ കുല്ലു എന്ന് പറഞ്ഞത്. അപ്പൊ അത് രണ്ടും കൂടിയാകുമ്പോ ഫഇന്നഹു യസ്തുഖു അലൈഹി അന്നഹു യദു റജുലിൻ അല്ല ബിഖിലാഫി കുല്ലിമ്മിൻ തിൽക്ക അത് ശരിയാ. ഫർജിന്റെ അവിടെ എന്താണ് സാധിക്കാവൂല എന്ന് പറഞ്ഞു. എന്നാലോ കയ്യിനെതിരായിട്ട് കൈ രണ്ടില്ല. അപ്പൊ കുല്ല് എന്ന് പറഞ്ഞാൽ ഓരോന്നും തന്നെ തിൽക്ക എന്ന് പറഞ്ഞാൽ ആ രണ്ട് കയ്യ്. അപ്പൊ ഹുൻസ എന്ത് ചെയ്തു? ഹുൻസന്റെ ഒരു കൈ കൊണ്ടിട്ട് എന്തായി? തൊട്ടാലോത് മുറിയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ അങ്ങനല്ലേ പറഞ്ഞേ? മസ്സു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അൽ വാലിഹി വൽ ഹുൻസ എന്ന് പറഞ്ഞല്ലോ ബി ബത്തനിൽ കഫി. അപ്പൊ ഹുൻസ എന്ത് ചെയ്തു? അവന്റെ കൈ കൊണ്ട് തൊട്ടാലും ഒതു മുറിയും. ബത്തനുൽ കഫ് കൊണ്ട് തൊട്ടാലും ഒതു മുറിയുന്ന വരും. ഹുൻസന്റെ ഫർജ് ഒന്ന് തൊട്ടാലും ഒതു മുറിയില്ല എന്നും വരുന്നു അല്ലേ? അപ്പൊ അതിന് കാരണം പറയാ. പിന്നെ അപ്പൊ തിൽക്കാന്ന് പറഞ്ഞത് ആ യദൈനിയിലേക്കാ. ഫഇന്നഹു യസ്തുഖു അലൈഹി അന്നഹു യദു റജുലിൻ ഔ ഉൻസ വദക്കറു റജുലിൻ വഫർജി ഉൻസ ഫഅസ്സറ ഫീഹി ദാലിക. പിന്നെ ഹുൻസയിലാകുമ്പോ അല്ല ബിഖിലാഫി കുല്ലിമ്മിൻ തിൽക്ക എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ എന്താണ്? ആ യദൈനി ദക്കറൈനി ഫർജൈനി എന്ന് പറഞ്ഞത് ഹുൻസ അല്ലാത്തവരുടെ ഹുൻസന്റെ കയ്യിന്റെ അവിടെ ഹുൻസന്റെ കയ്യും പെടും. അപ്പൊ ഇവിടെ ഫർക്ക് പറയുന്നത് ആ ഹുൻസന്റെ ഫർജും അല്ലാത്തവരുടെ രണ്ട് ഫർജും രണ്ട് കയ്യും എന്നാണ്. അപ്പൊ ആ പറഞ്ഞതാണ് ബിഖിലാഫി കുല്ലിമ്മിൻ തിൽക്ക എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ യദൈനി ദക്കറൈനി ഫർജൈനി ഇസ്തബഹ വസാദ വസാമത്ത. അതിൽ നിന്ന് ഓരോന്നിനും എന്തു പറയാം? അതൊരാണിന്റെ കൈയാണ്, ഒരു പെണ്ണിന്റെ കൈയാണ്, ഒരാണിന്റെ റജുലിന്റെ ദക്കറാണ്, ഉൻസന്റെ ഫർജാണെന്ന് പറയാം. അത് ഹുൻസയിലല്ല. ഫഅസ്സറ ഫീഹി ദാലിക. പിന്നെ ഒരു മസലയും കൂടി. വക്കദ ഫിൽ ജദീദി ഹൽഖത്തു ദുബുരിഹി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുബുല് തൊട്ടാൽ ഒതു മുറിയുന്ന ദുബുറ് തൊട്ടാൽ ഒതു മുറിയോ? അത് ജദീദ് അനുസരിച്ച് ഒതു മുറിയും, ഖദീം അനുസരിച്ച് ഒതു മുറിയൂല. ബിസുക്കൂനിൽ അല്ലാമി അലല്ല ശരി. ഹൽക്കത്ത് എന്ന് പറഞ്ഞ ലാമിന് സുക്കൂനാണ്. അഷ്ഹർ ലുഗത്തിൽ അഷ്ഹർ. പിന്നെ അഷ്ഹർ അല്ലാത്തതോ അതിന് ഫത്ഹുണ്ട്, ഹലക്കത്ത് എന്നറിയും. പിന്നെ അപ്പോ ദുബുറുഹു കദാഫിൽ ജദീദ് ഹൽക്കത്ത് ദുബുരിഹി കുബുലിഹി. അത് കുബുലിന്റെ മേൽ ഖിയാസാണ്. കാരണം എന്താ? ലിഅന്ന കുല്ലൻ എങ്ങനെ ഖിയാസാക്കിയത്? വജുഹു അൽ ഖിയാസ പറയുന്നത്. ലിഅന്ന കുല്ലൻ യൻഖുദു ഖാരിജുഹു. അത് രണ്ടിൽ നിന്ന് ഖാരിജാകുന്നത് ഒതു മുറിയുമല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് എന്താക്കി? തൊട്ടാലും ഒതു മുറിയെന്ന് വെച്ചു. അത് മാത്രമല്ല വൈസമ്മ ഫർജൻ, രണ്ടിൽ ഓരോന്നിനും ഫർജ് എന്നും പറയും അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ പേര് നോക്കിയിട്ടും എന്ന പോലെ ഖാരിജ് ഒതു മുറിക്കും എന്നതുപോലെ നോക്കിയിട്ടും അത് ജദീദിന്റെ ഖിയാസിന്റെ തെളിവാ. കാരണം ഹദീസിൽ മമസ്സ ഫർജൻ അല്ലെങ്കിൽ അഫ്ലാ അഹദുക്കും ഇലാ ഫർജിഹി എന്ന് ഫർജ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വൈസമ്മ ഫർജൻ അതിന് ഫർജും പറയും ദുബുറിനും പറയും. അപ്പൊ ആ ഫർജിനെ ആമാക്കി. അങ്ങനെ ഹദീസിൽ വന്ന് അവിടെ നോക്കിയിട്ട് അല്ല ഫർജ് എന്ന് പറഞ്ഞത് കുബുലിന് മാത്രം പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അല്ല ഫർജി എന്ന് പറഞ്ഞത് ദുബറിനെ ആമാക്കി മാത്രമേ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഹദീസ് തന്നെ മതിയായിരുന്നു. പക്ഷെ അത് അല്ലാതെ വന്നത് എന്തുകൊണ്ടാ? ഖിയാസും കൂടി ആക്കേണ്ടി വന്നത്. പിന്നെ വൈസമ്മ ഫർജൻ ഖിയാസ് കഴിഞ്ഞിട്ട് ഇത് പറയാൻ കാരണം ഫർജി എന്ന് സാധാരണ പറയുമ്പോൾ അത് കുബുല് മാത്രമാണ്. മറ്റൊരു ഇത്തിലാക്ക് ഉണ്ട് ലോകത്തിൽ എന്നേ ഉള്ളൂ. പിന്നെ വഹിയ മുൽത്തഖൽ മംഫദി. അപ്പൊ ഏതാണ് ഈ ദുബുറു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മുൽത്തഖൽ മംഫദി. ആ മംഫദ് ഇങ്ങനെ കൂടുന്ന മലദ്വാരം കൂടുന്ന ഭാഗ. ഫലായന്തഖിലു ബാത്തിനു സഫഹത്തിൻ. അപ്പൊ ഇവന്റെ സഫഹത്തിന്റെ ഉൾഭാഗം, അതായത് ഇവന്റെ ചന്തിന്റെ ഉൾഭാഗം, അതായത് ഇവനെ എഴുന്നേൽക്കുമ്പോ എന്താണ് ഇങ്ങനെ കൂടുന്ന, പിന്നെ ഇരിക്കുമ്പോ വിടരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ചന്തിന്ന്, അത് മുറിയൂല. ഉൻസയാനിയും മുറിയൂല. ആനത്തും അത് മുറിക്കൂല. ഉൻസയാനി തൊട്ടാലും അത് മുറിക്കൂല, ആനത്ത് തൊട്ടാലും അത് മുറിക്കൂല. ഷാറുൻ നബത്ത ഫൗക ദക്കരിൻ ഔ ഫർജിൻ.
ദക്കർ ഖലീബുൻ ദക്കറിന്റെ മുകളിൽ രോമമുണ്ട്, എന്നാൽ അത് തൊട്ടാലും മുറിയില്ല. പിന്നെ ഫർജിന്റെ മുകളിൽ എന്താണ് രോമം മുളച്ചു, അവിടെ ഫർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ ഫർജിൽ തൊട്ടാലും മുറിയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ രോമം മുളച്ചു, എന്നാൽ ആ രോമം തൊട്ടാലും അത് മുറിയില്ല. അപ്പോൾ വേറെ വിഷയം, ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ടല്ലോ, ഏത് ഖബറു മമ്മസ്സ ദക്കറഹു ഔ എന്താണ് റുഫ്ഗൈഹി എന്നാണ് ഫല്യത്തവല്ല എന്നാ ഹദീസ്. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ലോത്തൊക്കെ പറയാം. ഐ ബിൽ അമ്മിറായി റുഫ്ഗൈനി എന്നുള്ള വായിക്കല് റായിന് ലമ്മ് കൊണ്ട് വബിൽ ഫായിന, പിന്നെ ഫാ കൊണ്ടുന്ന ഫായിന്റെ ഹർക്കത്ത് സുക്കൂനാണ്. റുഫ്ഗൈന് റുഫ്ഗൈനി റുഫ്ഗ് എന്നുള്ളതിന്റെ തെത്തിനെയാണ് റുഫ്ഗൈഹി, അവിടെ പിന്നെ ഇലാഫത്ത് ചെയ്താ വൽ മൊയ്ജമത്തി. മൊയ്ജം ഫാ കൊണ്ടും മൊയ്ജമത്ത് കൊണ്ടും എന്ന് പറഞ്ഞത് പിന്നെന്താ അയിനല്ല കൈനാണ്. അപ്പൊ റുഫ്ഗ് എന്നാ. ഇതിന്റെ അർത്ഥം എന്താ, അസ്ലു ഫഹദൈഹി എന്നാണ്. ആ റുഫ്ഗ് അപ്പൊ എന്താണ് ഫാഹിദീന, ഖാഇന് കസറാണ്. സാധാരണ എല്ലാവരും ഖാഇന് സുക്കൂനായിട്ടാ പറയാം, അങ്ങനല്ല ഫാഹിദ് എന്നാ. അപ്പൊ ഫാഹിദൈഹി ഇവന്റെ എന്താണ് ഫാഹിദിന്റെ അസില് മൊരട് അറ്റം, അവിടെ എന്താണ് തൊട്ടാൽ ഒതുമുറിയും എന്ന ഖബറാകുന്നത്. അവിടെ തൊട്ടാൽ മമ്മസ്സ ദക്കറഹു ഔ റുഫ്ഗൈഹി ഫല്യത്തവല്ല എന്ന് പറഞ്ഞ ഖബർ മൗലു ആണ്, ആ ഹദീസ് മൗലു ആണ്. അപ്പൊ മറുപടിയായി. പിന്നെന്താ പറയുന്നത്, വഇന്നമാ ഹുവ മിൻ ഖൗലി ഉറുവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ഖൗല് മാത്രാണത്. ഖൗല് എന്ന് പറഞ്ഞാല് ഇജ്തിഹാദ് കൊണ്ടുള്ള ഖൗലാണത്, അത് ഹദീസല്ല കണ്ടോ. അപ്പൊ ഹദീസായി പറയൽ അത് മൗലൂആണ്. അങ്ങനെ ഒരു അഭിപ്രായം ദീനിലുണ്ട്. ആർക്ക് ഉറുവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്തുണ്ട്, ഈ റുഫ്ഗൈനി അസ്ലുൽ ഫഖദ് തൊട്ടാൽ ഒതു മുറിയണം എന്ന് മാത്രമല്ല ഉൻസയൈനി തൊട്ടാൽ ഒതു മുറിയണം എന്നാണ് ഉറുവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ അങ്ങനെ കൗലുള്ളത് കൊണ്ട് വഹീനൈദിൻ യുസന്നുൽ വുളൂ മിൻ ദാലിക, ഏത് റുഫ്ഗൈനി അസ്ലുൽ ഫഖദ് തൊട്ടാലും അല്ല ഉൻസയൈനി തൊട്ടാലും ഒതു എടുക്കൽ സുന്നത്തുണ്ട്. മിൻ ദാലിക ഖുറൂജൻ മിനൽ ഖിലാഫി, ഖിലാഫിനെ തൊട്ട് പുറപ്പെടാൻ വേണ്ടി എന്ന ഉറുവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫിനെ തൊട്ട് പുറപ്പെടാൻ വേണ്ടി. പിന്നെ ഇനി തംബീഹുൻ ലാഹിറു കലാമിഹിം ബൽ സരീഹുഹു എന്താണ്, അന്നൽ ഖദീമ യഖൂലു ബിനഖ്ലി ദുബിരിൽ ബഹീമത്തി, ബഹീമത്തിന്റെ എന്താണ് ദുബുർ തൊട്ടാൽ ഒതു മുറിയും എന്നാണ് ഖദീം സരീഹാക്കുന്നത്. ഖദീമിന്റെ അവരുടെ കലാമിന്റെ ലാഹിർ എന്നല്ല, അവർ കലാം സരീഹ് തന്നെയാണ്. ഖദീമിൽ അങ്ങനെ പറയുന്നുണ്ട്, ബഹീമത്തിന്റെ ദുബുർ തൊട്ടാൽ ഒതു മുറിയുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞതാണെങ്കിലോ ആദമീന്റെ ദുബുർ തൊട്ടാൽ ഒതു മുറിയില്ല എന്നാണ് എന്താക്കിയത് ഇപ്പൊ ഇവിടുത്തെ ഖദീം അല്ലെ, അതല്ല ആ ദുബുരിൽ ആദമീ. നേരത്തെ പറഞ്ഞോ അങ്ങനെയാണ്. ഫിൽ ജദീദി എന്ന് പറഞ്ഞതിന്റെ മുക്കാബല ഏതല്ലേ എന്ന പോലെ ഇവിടെ സരി പറയുന്നു, ബിനഖ്ലി ദുബിരിൽ ബഹീമത്തിൽ ആ ദുബിരിൽ ആദമി, ആദമീന്റെ ദുബുറോട്ടോ അത് മുറിയില്ല. ഇങ്ങനെയാണ് ഖദീമ. വഹുവ മുഷ്കിലും ജിദ്ദ, ഇത് വലിയ വർഷയാ. കാരണം എന്താ, മനുഷ്യന്റെ തൊട്ടോ അത് മുറിയില്ല, ബഹീമത്തിന്റെ തൊട്ടോ അത് മുറിയുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ഫർക്ക് പറയുക, ഇല്ല അയ്യുഫറക്ക ബിഅന്ന ദുബറഹ മുസാവില്ലി ഫർജിഹ. കാരണം എന്താ, ആ പിന്നെ ബഹീമത്തിന്റെ ദുബർ എന്തിന്റെ ഫർജിനോട് തുല്യാണ്, ആദമീന്റെ പെണ്ണിന്റെ ഫർജിനോട് തുല്യാണ്. നല്ല പറ്റുള്ളൂ, അല്ല ബഹീമത്തിന്റെ ഫർജിനോട് തുല്യായിട്ട് കാര്യമില്ലല്ലോ. മിൻ കുല്ലി വജിഹിൻ ഫഷമിലഹു ഇസ്മുൽ ഫർജി. അപ്പൊ ഹദീസിൽ പറഞ്ഞ ഫർജ് എന്ന് പറഞ്ഞ ആ ഇസ്മ അതിനെ ഉൾക്കൊള്ളിച്ചു. പിന്നെ ബിഖിലാഫി ദുബിരിഹി, പിന്നെ ആ ദുബർ അങ്ങനല്ല. ആരുടെ ദുബർ, ആദമീന്റെ ദുബർ അങ്ങനെയല്ലാന്ന്. ലൈസ മുസാവിയൻ ലി ഫർജിഹി. അതുണ്ടോ, ആ മനുഷ്യന്റെ ഫർജിനോട് മുസാവിയല്ല. ലി തഖാലുഫി അഹ്കാമിഹിമ, രണ്ടിന്റെയും ഹുക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. ഫി ഫുറൂഇൻ കസീറത്തിന്റെ ഒരുപാട് ഹുക്കുമിൽ വ്യത്യാസമുണ്ട്. ഫലം യഷ്മൽഹു ഇസ്മുൽ ഫർജി അലൽ ഖദീമി,
ആ ഖദീമാണെങ്കിലോ ആ നാദിരിൽ വഖൂഫി അലൽ മുജറദിൽ ലാഹിരി, വെറും ലാഹിറുള്ള നോക്കുക എന്നതിന്റെ മേൽ നിൽക്കുകയാണ്. മുജറദ് ലാഹിറിന്റെ മേൽ നിൽക്കുക എന്നതുകൊള്ള നോക്കിയ ഖദീമാണ്. അഖദീം നോക്കുമ്പോ എന്താണ്, ഇസ്മുൽ ഫർജ് അതിനെ ഉൾക്കൊള്ളിക്കുന്നില്ല. ഏത് പിന്നെ ദുബുറുൽ ആദമി ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താക്കി, അത് തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് വെച്ചു. ചേടാ ഹാന്നുള്ള ലമീർ എന്താണ്, ബഹീമത്തിലേക്ക് തന്നെ മടങ്ങുന്നു അല്ലെ, ബഹീമത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഖുറൂജം മിനൽ ഖിലാഫി എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കുറച്ച് വായിച്ചില്ല അല്ലേ. ഖുറൂജം മിനൽ ഖിലാഫി എന്ന് പറഞ്ഞിട്ട് ഇല്ല ഫർജ ബഹീമത്തിൻ, അതുണ്ടല്ലേ, ബഹീമത്തിന്റെ ഫർജ ഒഴിച്ച്. പിന്നെ ഒമിൻഹ ഹുന അത്തൈറു, ഇവിടെ തൊയ്റ് അതിൽപ്പെട്ടതാട്ടോ, ബഹീമത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഫലായിരിദു അലൈഹി, അപ്പോ തൊയ്റിൻ്റെത് തൊട്ടാൽ ഒതു മുറിയില്ലല്ലോ എന്ന് അത് മുസന്നിഫ് പറഞ്ഞില്ലല്ലോ എന്ന് എഴുത്തിറാത് പറയാനില്ല. കാരണം ബഹീമത്തിന് എന്താണ്, ചിലപ്പോ തൊയ്റിനെ കൂട്ടി പറയും, കൂട്ടാതെയും പറയും. ഫലായിരിദു അലൈഹി വദാലിക്കലി ആദ്യമേ ഹുർമത്തിഹ വസ്തിഹാ ഇഹാ തബഅൻ, ആ ഫർജിന് ഹുർമത്തും ഇല്ല, എന്ന പോലെ എന്താണ് അതിന് പിന്നെ ഇഷ്തിഹാവും ഇല്ല, അത് കണ്ടാൽ ഷഹൂത്തും ഉണ്ടാവില്ല. തബഅൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ, നമ്മൾ മുമ്പ് പറഞ്ഞ പ്രകൃതിയാണ്, അതായത് സലീമത്തായ പ്രകൃതിക്കാർക്ക്. വമിൻ സമ്മ ഹല്ല നദറുഹു വന്തഫൽ ഹദ്ദു ഫീഹി, എന്നാൽ ഹുർമത്തില്ലാത്തത് കൊണ്ട് ഷഹൂത്തില്ലാത്തത് കൊണ്ടൊക്കെ എന്തായി, നദർ ഹലാലായി, അത് നോക്കുന്ന കുഴപ്പമില്ല. അതിൽ ഒരാൾ ഇദ്ഖാൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇലാജ് ചെയ്ത് കഴിഞ്ഞാൽ ഹദ്ദ് നിർബന്ധാവൂല. പിന്നെ വന്തഫൽ ഹദ്ദു ഫീഹി, അത് കഴിഞ്ഞിട്ടാണ് തംബീഹുൻ ലാഹിറു കലാമിയും ബസരീഹു അന്നൽ ഖദീമ യഖൂലു ബിനഖ്ലി ദുബരിൽ ബഹീമത്തി ലാ ദുബരിൽ ആദമിയ്യി വഹുവ മുഷ്കിലുൻ ജിദ്ദൻ ഇല്ലാ അൻ യുഫറഖ ബിഅന്ന ദുബറഹ മുസാവിൻ ലി ഫർജിഹ മിൻ കുല്ലി വജിഹിൻ ഫശമിലഹു. മുസാവിൻ ലി ഫർജിഹ എന്ന് പറഞ്ഞത് എന്താണ്, ബഹീമത്തിന്റെ ഫർജിനോട് തന്നെ. പിന്നെ മിൻ കുല്ലി വജിഹിൻ ഫശമിലഹു ഇസ്മുൽ ഫർജി. പിന്നെ ബിഖിലാഫി ദുബരിഹി ലൈസ മുസാവിൻ മുസാവിയൻ ലി ഫർജിഹി ലിതഖാലുഫി അഹ്കാമിഹ ഫി ഫുറൂഇൻ കസീറത്തിൻ ഫലം യശ്മൽഹു ഇസ്മുൽ ഫർജി അലൽ ഖദീമിൻ നാദിരി ലിൽ വഖൂഫി അലൽ മുജറദിൽ ലാഹിരി. അത്രയും വായിച്ചല്ലോ. സുമ്മ റഅയ്തു റാഫിയ റഹിമഹുല്ലാ ലഹല ദാലിക്കൽ ഇഷ്കാല, ഈ ഇഷ്കാൽ പറഞ്ഞു ഫഖസ്സൽ ഖിലാഫ ബിഖുബിലിഹാ, എന്നിട്ട് ഈ ഖിലാഫ് ബഹീമത്തിന്റെ ഖുബിലേക്ക് മാത്രാക്കി. അപ്പോ ഖുബില് എന്താണ് ഖിലാഫുണ്ട്. വഖതഅഫി ദുബരിഹ, ബഹീമത്തിന്റെ ദുബറിൽ എന്താക്കി, ബി അദ്മിൻ നഖ്ലി, നഖ്ലി ഇല്ല എന്നുള്ളത് കത്തുകയും ചെയ്തു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ അനുസരിച്ച് ആ ഖിലാഫ് ഖദീമുമായിട്ടുള്ള ഖിലാഫ് രണ്ടിലും വരും എന്നുള്ളതാ. ഇല്ല ഫർജ ബഹീമത്തിന് അറിഞ്ഞതേ. പിന്നെ അവിടെയുണ്ട്, അതായത് ഇപ്പൊ കദാഫിൽ ജദീദി എന്ന് പറഞ്ഞത്, ജദീദ് ഹൽക്കത്തു ദുബരിഹി ഇല്ല ഫർജ ബഹീമത്തിന് പറഞ്ഞാൽ ആ ജദീദ് എന്ന് പറഞ്ഞ ഖദീമുമായിട്ടുള്ള ഖിലാഫ് രണ്ട് മസലയിലും ഉണ്ട്. കാരണം ഫിൽ ജദീദി എന്ന് ആദ്യമാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഹൽക്കത്തു ദുബറിൽ ഒതു മുറിയും എന്ന് പറഞ്ഞതില് എന്താണ് ജദീദിന് ഖിലാഫുണ്ട്, മുറിയില്ല എന്ന് ഖദീം പറയുന്നു. എന്ന പോലെ ഫർജു ബഹീമത്ത് കൊണ്ട് മുറിയില്ല എന്ന് ജദീദ് പറഞ്ഞതിന് ഖദീം എന്ത് പറയുന്നു, മുറിയും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫർജാണെന്ത്, ദുബുറും കുബുലും പെട്ടത്. അപ്പോഴാണ് ഇഷ്കാലായത്. അപ്പൊ ഇമാം റാഫി പറഞ്ഞ അനുസരിച്ച് എന്താണ്, ആ ഫർജ് എന്ന് പറഞ്ഞത് കുബുല് മാത്രാക്കി. അങ്ങനെ അപ്പൊ ഖിലാഫ് അവിടെ മാത്രമേ ഉള്ളൂ. ഖത്താഫി ദുബരിയ ബിഅദ്മിൻ നഖ്ലി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഖാലലി അന്ന ദുബറൽ ആദമി ലാ യൻഖുദു ഫിൽ ഖദീമി ഫദുബറുഹ ഔലാ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ മുഷ്കിലുൻ ജിദ്ദ എന്ന് തംബീഹ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ ഇഷ്കാലും വരൂല. ഇന്ദഹ എന്നിട്ട് പറഞ്ഞ് വഖദ് അലിംത അന്ന കലാമഹും അന്നലി കലാമിഹിം വജ്ഹാ. ഇമാം റാഫി റഹിമഹുല്ല അങ്ങനെ തഖ്സീസാക്കിയെങ്കിലും ലാഹിറു കലാമിഹിം ബൽ സരീഹുഹു എന്ന് പറഞ്ഞിട്ടാണല്ലോ അന്നൽ ഖദീമ എന്ന് പറഞ്ഞ് തുടങ്ങിയത്.
അപ്പോ അവരെ പറഞ്ഞത് റാഫിമാം ഇങ്ങനെ തഫ്സീറാക്കിയെങ്കിലും മറ്റേ അയിമത്തിന്റെ കലാം അങ്ങനെയാണ്, അതിന് ന്യായമുണ്ട് എന്നുള്ളത് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതായത് ഫർജുൽ ബഹീമത്ത് കുബുല് തൊട്ടാലും എന്താണ് മുറിയില്ല, ദുബുറ് തൊട്ടാലും മുറിയില്ല എന്ന് ജദീദ്. ഖദീം അനുസരിച്ചോ ഫർജ് തൊട്ടാലും മുറി, കുബുല് തൊട്ടാലും മുറി, ബഹീമത്തിന്റെ കുബുല് തൊട്ടാ മുറിയും. കുബുല് തൊട്ടാ മുറിയെന്നുണ്ടെങ്കിൽ ദുബുറ് തൊട്ടാലും മുറിയണം. കാരണം എന്താ, അതിനോട് തുല്യമാണല്ലോ എല്ലാ നിലക്കും എന്ന നിലക്ക്. അതാണ് ന്യായം എന്ന് പറഞ്ഞത്. ഇനിയോ ഫർജുൽ മയ്യിത്ത് അതുകൊണ്ട് മുറിയില്ല എന്ന് പറയുന്നത്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.